യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഇന്ന് ദൈവം ഉണ്ടാക്കിയ ദിവസം, അതുകൊണ്ട് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു മീറ്റിംഗ് അല്ല ഇത്. ഞാൻ ബ്രദർ സുരേഷ് ബാബു, ഇത് പാസ്റ്റർ MA വർഗീസ്. ഞങ്ങളായിരിക്കുന്നത് ഇന്ത്യയിലല്ല, അമേരിക്കയിൽ ന്യൂജേഴ്സി സംസ്ഥാനത്ത്. നമുക്ക് ഏവർക്കും അറിയാം, ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനായ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന സൂപ്രണ്ടൻ്റായ പാസ്റ്റർ TJ സാമുവലിന്റെ ആളിയൻ പാസ്റ്റർ PO എബ്രഹാം, പൊന്നച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കും, പാസ്റ്റർ PO എബ്രഹാമിന്റെ ഭവനത്തിലിരുന്നു കൊണ്ടാണ് ഹാർവസ്റ്റ് TV പ്രേക്ഷകർക്കായിട്ട് ഈ ഒരു ടോക്ക്, ഈ ഒരു പ്രത്യേക ഡിസ്കഷൻ, സംഭാഷണം അത് റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന്, സഹകരണത്തിന്, തുടർന്നുള്ള പ്രാർത്ഥന ഒക്കെ ചോദിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആരംഭിക്കട്ടെ. അങ്കിൾ, താങ്ക് യു സോ മച്ച്. ചില മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. കുടുംബമായിട്ട് 3 തലമുറയായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസൻ തൻ്റെ മകനും കൊച്ചുമക്കളുമായി ഈ രാജ്യത്ത് ദൈവത്തിൻ്റെ ശുശ്രൂഷയിലെത്തി എന്നുള്ളത് എത്രയോ വലിയ സാക്ഷ്യമാണ്, അനുഗ്രഹമാണ്. ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എൻ്റെ മക്കളോട് പറയുകയുണ്ടായി, കേരളത്തിൽ നിന്ന് സ്നാനപ്പെട്ട് ഒറ്റയ്ക്കിറങ്ങുന്ന സമയം വിവാഹം പോലും നടക്കത്തില്ല. കാര്യം മർത്തോമാ സഭ വിടുക എന്നെങ്കിൽ നിന്റെ വിവാഹം നടത്തത്തില്ല എന്നെൻ്റെ അപ്പൻ പറഞ്ഞ കാലത്ത് ഒറ്റയ്ക്ക് ജീവിച്ച് ചാകും എന്ന് കരുതി. അക്കാലത്ത് കിട്ടുമായിരുന്ന കുറെ കപ്പക്കഷണങ്ങൾ തിന്ന് അങ്ങനെ വീടിന്റെ പുറത്ത് നടന്നിരുന്ന കാലത്തുനിന്ന് ഇന്ന് മാറി കുടുംബമായി ഒരുമിച്ചിരിക്കാനും മാത്രമല്ല കുടുംബമായി ഇവിടെ വന്ന് കർത്താവിനെ ശുശ്രൂഷിപ്പാനും കർത്താവ് തന്ന ഒരു അവസരം വലുതാണ്. കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽക്കുന്നവരെ ഉയർത്തുന്നവനായ ദൈവത്തെ, ആ ഒരു രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന ദൈവത്തെ ഞാൻ ഓർത്തു. എല്ലാവരും കൂടി ഇവിടെ വന്നു. അത് പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല, അത് സമൃദ്ധിയുടെ സുവിശേഷമല്ല. എന്റെ അനുഭവം അത് മഹത്വത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവിക സമൃദ്ധിയാണ്. എനിക്ക് ദൈവം കാണിച്ച ഫേവർ. അതെ അതെ, ദൈവകൃപയാൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. അങ്കിൾ, ഈ ദിവസങ്ങൾ മീറ്റിംഗ്, ദൈവസഭ, ശുശ്രൂഷ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെ, നമ്മൾ വന്നെത്തിയിരിക്കുന്നത് അന്ത്യകാലത്തിന്റെ അവസാന സമയത്താണ്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ഭയപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ലോകത്തിലെ എല്ലാ കോണുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. പ്ലെയിനിൽ കയറാൻ ആൾക്കാർക്ക് പേടിയാണ്. നമ്മൾ ഇപ്രാവശ്യം നന്നായി പ്രാർത്ഥിച്ചിട്ടായിരിക്കും പക്ഷേ പ്ലെയിനിൽ ഇരുന്നത്. ഇറാൻ ഇറാഖ് സംഘർഷം, അങ്ങനെ പ്രശ്നങ്ങൾ വലിയൊരു കൂമ്പാരം നിലനിൽക്കുന്നതായ ഈ ദിവസങ്ങളിൽ ദൈവജനമെന്ന് പറയുന്ന നമ്മൾ എങ്ങനെയായിരിക്കണം, എന്തായിത്തീരണം? പക്ഷേ ഞാൻ ഈ വർഷം ആരംഭത്തെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, ഒരു 80 ദിവസം ഉപവസിക്കാൻ. എൻ്റെ പ്രായത്തിലും എൻ്റെ കഴിവിലും അത് പരിമിതമായിരുന്നു, എനിക്ക് പ്രയാസമായിരുന്നു. അതുകൊണ്ടൊരു ദാനിയൽ ഫാസ്റ്റിങ്ങിന് ഞാൻ തയ്യാറായി. അതായത് വെജിറ്റേറിയൻ ആഹാരം ഒരു ദിവസം 1 നേരമോ ചില ദിവസം 2 നേരമോ കഴിച്ചുകൊണ്ട്. എനിക്ക് യാത്രയുണ്ടായിരുന്നു, പല പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മുട്ട ഓടിയതും മീന്, ഇറച്ചി, അങ്ങനെയുള്ളതെല്ലാം ഓർഡർ ചെയ്തിട്ട് ഡാനിയൽ ഫാസ്റ്റ്. കാരണം അറിയാത്തവരുണ്ടായിരിക്കും ഡാനിയൽ ഫാസ്റ്റ് എന്തെന്ന്. ഡാനിയൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആഹാരം മാത്രം അത്യാവശ്യത്തിനും വേണ്ടി കഴിക്കുക. അതിനകത്ത് ശരീരപുഷ്ടിക്കുള്ളത് ഒന്നും ചേർക്കാതെ വിശപ്പടക്കാൻ വേണ്ടി മാത്രമുള്ളത്. ഈ ഡാനിയൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ലൈഫ് ലോങ് എങ്ങനെ ജീവിച്ച ആളാണ്? നോ, അദ്ദേഹം 21 ദിവസം പ്രത്യേകിച്ചൊരു ഉപവാസം ഇരുന്ന കാര്യമായി പറയുന്നത്. അപ്പൊ 21 ദിവസം മാത്രമായിരുന്നു ഡാനിയൽ ഇങ്ങനെ ജീവിച്ചത്? അതെ, അതായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേക ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ അദ്ദേഹം നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കിയിരുന്നു. അതർവൈസ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നു ഉപവാസത്തിന് വേണ്ടി എടുത്തു. അതുപോലെ ഞാനൊരു 80 ദിവസം ഉപവാസം എടുത്തു. അതിന്റെ അവസാനത്തെ ദിവസം ശക്തന്മാരായ പല ദൈവദാസന്മാർ അങ്ങ് ഉൾപ്പെടെ ബാംഗ്ലൂരിൽ വരികയും അസാമാന്യമായ പലതും അന്ന് അവിടെ നടക്കുകയും ചെയ്തു. ദൈവം ആ ദിവസങ്ങളിൽ സഭ മൊത്തം ഉപവസിക്കാൻ ആവശ്യപ്പെടുകയും ഒരു 40 ദിവസം ബഥേൽ സഭ ഏറ്റവും കുറഞ്ഞത് 1000 വ്യക്തികളെങ്കിലും 40 ദിവസം ഉപവസിക്കുകയും ചെയ്തു. ഇതിനോടകം ഭാരതത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി സഭയെ ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ടെന്നും സഭ അതിനുവേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള ആശയം ദൈവാത്മാവ് തന്നു. അത് തന്നെയായിരുന്നു ഞാൻ ശുശ്രൂഷിച്ചത്. അതെ, ഏതൊരു സമയത്തെക്കാളും ഉണർവുകളോ ദൈവശക്തിയോ പരിശുദ്ധാത്മാവോ അത് പോയിട്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് മാത്രമാണ്. കാരണം ചർച്ച് എന്താണോ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ ദൂത്, ഒരു ഗസ്റ്റ് സ്പീക്കറായിട്ട് നമ്മൾ കടന്നു വരും. നമുക്ക് എക്സ്ട്രാ വേറൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇടയന് മാത്രമേ ആടിനെന്ത് കൊടുക്കണമെന്ന് അറിയത്തുള്ളൂ. സോ കടന്നു വരുന്ന ഗസ്റ്റ് സ്പീക്കേഴ്സ് അതിനെ ബിൽഡ് ചെയ്യാൻ, അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവ് ഈ വർഷം അത് ചെയ്തു. വന്ന എല്ലാ ശുശ്രൂഷകന്മാരും, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാ ശുശ്രൂഷകന്മാരും അതേ ആശയം തന്നെ പറഞ്ഞു. അതിന്റെ 1-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒന്ന്, ദാനിയേൽ പ്രവചനം 8-ാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ
എതിർ ക്രിസ്തു എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് കാണാം. സത്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഒരു കൊമ്പ് എഴുന്നേറ്റ് വരുമെന്നൊക്കെയാ. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിനകത്തെ ഒരു വ്യാഖ്യാനം എതിർ ക്രിസ്തുവിനെ കുറിക്കുന്നതാണ്. എതിർ ക്രിസ്തു എഴുന്നേറ്റ് വന്ന് ദൈവത്തിനുള്ള നിരന്തര ഹോമയാഗത്തെ അപഹരിക്കും. അങ്ങനെ അപഹരിക്കുവാൻ വേണ്ടി ഒരു സേവ, ഒരു ഫോഴ്സ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്, ഒരു സൈന്യത്തെ, ഒരു സേവയെ സെറ്റപ്പ് ചെയ്യും. ഇതേ കാര്യം തന്നെ. സേവയാണോ സേനയാണോ? സേവ. മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. സേന എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. കാരണം ഫോഴ്സ് എന്ന പദമാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. സേവ എന്നാണ് എനിവേ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. മലയാള വേദപുസ്തകത്തിൽ സേനയെ സെറ്റപ്പ് ചെയ്തു. ഇതിനെക്കുറിച്ച് തന്നെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ, അത് എതിർ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അവൻ നിരന്തര ഹോമയാഗം നിർത്തലാക്കും. അവൻ ദൈവത്തിന്റെ ആലയം പൊളിക്കും. ദൈവത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും വരെ അവൻ നിരൂപിക്കും. അവൻ വ്യാജം പരത്തും. അവൻ പരിഹസിക്കും. ഇങ്ങനെ ദേവാലയം നശിപ്പിച്ചു കളയുകയും ദൈവത്തിന്റെ ആരാധന തട്ടിയെടുക്കുകയും ചെയ്യും എന്ന ആശയത്തെ എക്സ്പ്രസ് ചെയ്യുന്നത് കാണാം. ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ദൈവിക ആരാധനയെ തട്ടിയെടുത്ത് കളയുന്ന ബലാൽക്കാരെയാണ് കൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ് എതിർ ക്രിസ്തുവിന്റെ ശക്തി എന്നും ഈ ദിവസങ്ങളിൽ അത് പ്രവർത്തനത്തിൽ ഉണ്ടെന്നും അതിനെതിരെ ദൈവസഭ പോരാടണമെന്നും ഒരാശയം ഇടപെട്ടു. ഇതൊരു മുന്നറിയിപ്പിന്റെ ദൂതാണ്. ആക്ച്വലി ഈ അന്ത്യകാലത്ത് ദൈവസഭ കേൾക്കേണ്ട ഒരു മുന്നറിയിപ്പിന്റെ ദൂതാണ് ആയിരിക്കുന്നത്. ഏത് നേരവും കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരാം. അവസാന സെക്കൻഡ് നാം ആയിരിക്കുമ്പോൾ ഒന്ന് നമ്മുടെ ദൈവസഭയ്ക്കകം വിശുദ്ധീകരിക്കപ്പെടുകയും പുറത്ത് ദൈവ ജനത്തിന്റെ കൊയ്ത്തിന് അല്ലെങ്കിൽ സുവിശേഷീകരണത്തിന് വേണ്ടി സഭ ഒരുങ്ങുകയും ചെയ്യണം. ഈ രണ്ട് കാര്യമായിരിക്കണം നമ്മൾ ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. അതാണ് അങ്കിൾ ഈ പറഞ്ഞതിന്റെ മുഴുവനും, ദേവാലയത്തിന്റെ ശുദ്ധീകരണം ഉൾപ്പെടെ. രണ്ട്, ദൈവകൃപയാൽ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുങ്ങുന്നു. കണ്ടിന്യൂ. ഇതേ സാഹചര്യത്തിലാണ് യേശു പറയുന്ന ഒരു പദം. യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ, മത്തായിയുടെ സുവിശേഷത്തിലാണത്, യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ദൈവരാജ്യത്തെ ബലാൽക്കാരികൾ ബലാൽക്കാരം ചെയ്യുന്നു. ബലാൽക്കാരികൾ അതിൽ ബലാൽക്കാരേണ കടക്കുന്നു. ഇന്ന് ബലം പ്രയോഗിച്ച് ശത്രു ആരാധന എടുത്തു മാറ്റുമ്പോൾ ബലം പ്രയോഗിച്ച് ആരാധന തിരിച്ചു കൊണ്ടുവരുവാനും ബലം പ്രയോഗിച്ച് ദൈവസന്നിധിയിൽ പ്രവേശിക്കാനും, ആ ബലം ആത്മബലമാണ്, ആത്മബലം മാത്രം. കാര്യം ബലമില്ലാത്തവനെ കൊണ്ട് ഇതിനകത്ത് കയറാൻ ഒക്കത്തില്ല. ഇത് അറിയാത്തവൻ ഇതിനെക്കുറിച്ച് ബലം ചോദിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇതിനകത്ത് കയറാനും ദൈവത്തെ ആരാധിച്ച് തുടരുവാനും ഒടുവിൽ നിത്യതയ്ക്ക് പങ്കാളിയാകാനും ഒരാഹ്വാനം സഭയ്ക്ക് കൊടുക്കുക എന്നൊരാശയമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത്. ഞാൻ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നത്തെ കാലത്തെക്കുറിച്ചും തലമുറയെക്കുറിച്ചും മറ്റും ഇതോട് ചേർന്ന് ദൈവസഭയ്ക്ക് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി, ദൈവസഭയ്ക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ വേണ്ടി, പ്രാക്ടീസ് അല്ല, ദൈവസഭയ്ക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചു. ഒരു ബൈബിൾ സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, ചൊവ്വ നേരെ നടക്കാൻ കഴിയാഞ്ഞ എന്നെ പിടിച്ച് ഭൂലോകത്തിലുള്ള ഏറ്റവും വലിയ മലയാള പെന്തക്കോസ്ത് ചർച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ദൈവത്തിന് തിരിക്കുന്നതായെങ്കിൽ ദൈവത്തിന് അതിന്റെ പുറകിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ചിലത് നടക്കുമെന്നറിയാം. മറ്റു പലരെ കൊണ്ട് നടക്കാത്തത് എന്നെ കൊണ്ട് നടക്കുമെന്ന് ദൈവത്തിന് എന്നിൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ആ വിശ്വസ്തത തുടരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദൂതിന് അത്രയും പ്രാധാന്യമുള്ളത് മനസ്സിലാക്കി അതിന്റെ ഊറ്റത്തോടെ, അതിന്റെ ഗൗരവത്തോടെ ദൈവസഭയ്ക്ക് കൈമാറാൻ അങ്കിൾ ആഗ്രഹിച്ചു. അതെ, ഇതുപോലെ തന്നെ 1990 റെബേക്ക ബ്രൗൺ എന്നയാളിന്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനെ തുടർന്ന് റെബേക്ക ബ്രൗൺ എന്ന് പറയുന്നയാള് സാത്താനെ ആരാധിക്കുന്ന സൈറ്റൻ വർഷിപ്പ് ഗ്രൂപ്പിലെ മഹാപുരോഹിതയായിരുന്നു. അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇടപെടൽ കൊണ്ട് അവൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നതാണ്. അതുകൊണ്ട് സാത്താനെ ആരാധിക്കുന്ന ആളുകളുടെ അനേക തത്വങ്ങളും പ്രിൻസിപ്പിളും അതിന്റെ പൊള്ളത്തരങ്ങളും നമ്മൾ അറിയേണ്ടതിനും അതിന്റെ കാഠിന്യം മനസ്സിലാക്കേണ്ടതിനും അതെടുത്ത് അവർ പരസ്യപ്പെടുത്തിയിരുന്നു. ബാംഗ്ലൂരിലെ എൻ്റെ സഭയിൽ എൻ്റെ കൈകൊണ്ട് സ്നാനപ്പെട്ട ഒരാൾ കാലത്തിന്റെ പോക്കിൽ പോയി സൈറ്റൻ വർഷിപ്പിൽ ചേർന്നു. ഒരുപാട് കാര്യങ്ങൾ, ഒരു പെൺകുട്ടിയാണ്, ഒരുപാട് കാര്യങ്ങൾ അവളും പിന്നത്തേതിൽ എന്നോട് പറഞ്ഞു. അവൾ വീണ്ടും മാനസാന്തരപ്പെട്ടു, ദൈവകൃപയാൽ മടങ്ങി വന്നു. ദിവസങ്ങൾക്കകം മരിച്ചുപോയി. പക്ഷെ മരണം എന്തോ കാരണത്തിലായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു രോഗമുണ്ടായി മരിച്ചു. ലൂസിഫർ കൊന്നതെന്നാണ് എന്റെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ മോഷ്ടിപ്പാനും ഉറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. അവൾ എന്നോട് പറഞ്ഞ വാചകം, അങ്ങളെ എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒക്കത്തില്ല. കാരണം ഞാൻ ഈ സൈറ്റൻ വർഷിപ്പേഴ്സിൽ വരുന്ന സമയം ലൂസിഫറിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുകയും എൻ്റെ സ്വന്തം രക്തമെടുത്ത് ആ രക്തം കൊണ്ട് ഞാൻ അവനുമായി ഒരു പ്ലഡ്ജ് എഴുതി ഉണ്ടാക്കുകയും ചെയ്ത് എൻ്റെ രക്തം കൊണ്ട് സൈൻ ചെയ്തതാണ്. ഇനി എനിക്ക് അതിനകത്തൊന്ന് പുറകോട്ട് വരാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ലൂസിഫർ എന്നെ വിടത്തില്ല. എനിക്ക് നന്നായി അറിയാം.
ഇത് പറഞ്ഞ് എനിക്കൊന്ന് 5-ാമത്തെ ദിവസമായിരിക്കണം അവൾ മരിച്ചത്. ഞാൻ വേറെ കാര്യം ചെയ്യാം, ബ്ലഡ് കവനന്റ് അല്ലെങ്കിൽ രക്ത ഉടമ്പടി എന്നാണ് അങ്കിൾ ആ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത്. ഇതിന്റെ മറുവശമല്ലേ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രിസ്തുവിൻ നമുക്ക് വേണ്ടി ചെയ്തത്? അതെ, തന്റെ അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. അതെ, ശിഷ്യന്മാരുമായും സഖിവൻ മാളികമുറിയിലെ യേശു കർത്താവ് ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇത് പുതിയ നിയമത്തിന്റെ രക്തം. 2 രക്ത ഉടമ്പടിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു വശത്ത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം, ഹാബിലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യായ രക്തത്തിന്റെ പുതിയ നിയമസഭ അനുഭവിക്കുന്ന രക്ത ഉടമ്പടി മറ്റേത് ഉടമ്പടിയേക്കാളും വലുതാണ്. ആദാമിന്, നോഹയ്ക്ക്, മോശയ്ക്ക്, ദാവീദിന്, പഴയ ഒക്കെ ദൈവം ചെയ്തതായ ഉടമ്പടിയേക്കാൾ ശക്തമേറിയ ശ്രേഷ്ഠമായ ഉടമ്പടിയാണ് പുതിയ നിയമത്തിലെ ഉടമ്പടി. ഓക്കെ, എന്റെ പോയിന്റ് ഇതാണ്, യേശു കർത്താവ് ദൈവത്തിന്റെ വചനം പറയുന്നതായ കാര്യാദികളുടെ ജസ്റ്റ് റിവേഴ്സ് ഫോമല്ലേ സൈറ്റൻ വർഷിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്? നിശ്ചയമായിട്ട് വന്നു. അതുകൊണ്ടാണ് ഓരോ കർത്തൃമേശയിലും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഓർമ്മയായ ആ പാനപാത്രം ഞാൻ വാങ്ങി കുടിച്ചുകൊണ്ട്, കർത്താവേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കും എന്ന് ദൈവത്തോടെ ഉഭയസമ്മതം പുതുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. കർത്തൃമേശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ ഞാനും എന്റെ ദൈവമായിട്ടുള്ള ഉടമ്പടി പുതുക്കൽ കൂടിയാണ് അവിടെ നടക്കുന്നത്. അതെ, നിശ്ചയമായിട്ടും ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള വിശുദ്ധ കൂട്ടായ്മയുടെ റീഎൻഫോഴ്സ്മെന്റ് ആണ് നടക്കുന്നത്. റീഎൻഫോഴ്സ്മെന്റ്, അതിനെ ഓരോ പ്രാവശ്യവും ഞാൻ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് നടക്കുന്നത്. ഓക്കെ, ഞാൻ എന്റെ സബ്ജക്റ്റിൽ വരട്ടെ. അപ്പൊ കർത്തൃമേശ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് സാധാരണ നിലയിൽ തൊണ്ട നനയ്ക്കുന്ന ലാഘവത്തോടെയാണ് പല സഭകളും കർത്തൃമേശ ലാഘവത്തോടെ കാണുന്നു. ഇതൊരു പാരമ്പര്യമോ പഠിപ്പീരോ കൂട്ടായ്മയിൽ പങ്കെടുക്കേണ്ടതിന് വേണ്ടിയോ മറ്റുള്ളവന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ വാങ്ങി ചവച്ചുകൊണ്ട് പോകുമ്പോൾ കർത്താവിന്റെ തിരുമേശ എന്താണെന്നുള്ളത് ഗൗരവമായി അറിയാൻ കൃപയാൽ കർത്താവ് പദവി തന്നു. അതുകൊണ്ടാ നമ്മളൊക്കെ ഇന്ന് ആത്മലോകത്ത് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിലേ അമേരിക്കയിൽ ഇരുന്നാ ഇത് പറയുന്നത്. ഒത്തിരി കോൺഫറൻസസിന് പ്രത്യേകിച്ച് സഭായോഗങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുമ്പോൾ കർത്തൃമേശയ്ക്ക് വേണ്ടി അപ്പവും വീഞ്ഞും ബാക്കി വരുന്നത് ട്രാഷിൽ തട്ടിക്കളയുന്നത് അതെന്തോ പ്രവണത? ഓ ഗോഡ്, ഞാനത് കണ്ടിട്ടില്ല. എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. ആ ആശയത്തിലേക്ക് ഞാൻ വരിക. ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഞാൻ കണ്ടിട്ടുണ്ട് വലിയ കോൺഫറൻസുകൾ ഈ രാജ്യത്ത്. ഞാൻ ഇന്ത്യയിൽ അത് കണ്ടിട്ടില്ല. ബാക്കി വരുന്ന കർത്തൃമേശ അതിന്റെ അപ്പവും വീഞ്ഞും ട്രാഷിലേക്ക് തട്ടിക്കളയുന്നതിനെ കുറിച്ച് ഇത്രയും പരിചയമുള്ള സീനിയർ മോസ്റ്റ് ഞങ്ങളെല്ലാം പിതാവിനെ പോലെ സ്നേഹിക്കുന്ന പാസ്റ്റർ മേവർഗീസിന്റെ അഭിപ്രായം എന്താണ്? പാസ്റ്റർ, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാനത് സപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. സാത്താനെ ആരാധിക്കുന്ന ആളുകൾ ക്രിസ്തുവിനെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുന്നെങ്കിൽ അത് സാത്താനെ ആരാധിക്കുന്നതിന് തുല്യമായി, ലൂസിഫറിനെ ആരാധിക്കുന്നതിന് തുല്യമായി അവൻ അംഗീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, ആ പദം വലുതാണ്, ഞാൻ ഒത്തിരി വിശദീകരണം പറയും. കത്തോലിക്ക പള്ളികളിൽ നിന്നും പ്രാർത്ഥിച്ചു വെച്ചിരിക്കുന്ന ഓസ്തിയുടെ ബാക്കി, തിരുവോസ്തിയുടെ ബാക്കി എടുത്ത് മലിന പദാർത്ഥങ്ങൾക്കകത്ത് ഇടുവാൻ പണം കൊടുത്തും കൈക്കൂലി കൊടുത്തും ആളുകളെ സ്വാധീനിച്ച് അപ്പങ്ങൾ എടുത്തുകൊണ്ടു പോകുന്ന ചരിത്രം അവിടെയും ഇവിടെയും ഉണ്ട്. അത് കേരളത്തിലുമുണ്ട്. അതിനെ അപമാനിക്കുന്നത് കൊണ്ട് അത് ക്രിസ്തുവിനെ അപമാനിക്കുകയാണെന്നും അത് മുഖേന ലൂസിഫറിനെ അത് ആരാധിക്കുന്നതായി ലൂസിഫർ അംഗീകരിക്കും എന്നും സാത്താനെ ആരാധകർ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ഈ തട്ടുമെങ്കിൽ ക്രിസ്തുവിനെ അപമാനിക്കുന്നത് സാത്താനെ മഹത്വപ്പെടുത്തുകയാണ്, അവനെ ആരാധിക്കുക. ക്രിസ്തുവിനെ അവഹേളിക്കുന്നത് സാത്താൻ ആരാധനയാണെങ്കിൽ നേരെ മറിച്ച് ക്രിസ്തുവിനെ ആരാധിക്കുന്നത് പിശാചന അവഹേളനമാണ്. നിശ്ചയമായിട്ടും നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ യേശുവിന്റെ നാമത്തെ, യേശുവിനെ മഹത്വപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? അല്ല, ഞാൻ ക്രിസ്തുവിനെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കേൾക്കുന്നതായ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇത് കണ്ടതോ അറിഞ്ഞതോ ആയിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ട് എങ്കിൽ കോൺഫറൻസുകൾക്ക് ശേഷം അല്ലെങ്കിൽ മീറ്റിങ്ങിന് ശേഷം ബാക്കി വരുന്ന അപ്പവും വീഞ്ഞിനെയും എവിടെയെങ്കിലും ട്രാഷിൽ, ഏതെങ്കിലും വേസ്റ്റ് ബോക്സിൽ തട്ടുന്ന കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് സാത്താനെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നു, യേശുവിനെ അവിടെ നിങ്ങൾ അവഹേളിക്കും. ലൂസിഫറിനെ ബഹുമാനിക്കുകയാണ്, ലൂസിഫറിനെ ആരാധിക്കുകയാണ്. കാരണം ഇത് ക്രിസ്തുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മളിപ്പോ 1000 പേരുള്ള ഒരു ചേർച്ച്, അല്ലെങ്കിൽ പോട്ടെ 1000 പേരുള്ള ഒരു കോൺഫറൻസ്, അല്ലെങ്കിൽ 50 പേരുള്ള ഒരു ചേർച്ച് എന്നിരിക്കട്ടെ, ബാക്കി വന്ന കർത്തൃമേശ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ കർത്തൃമേശയിൽ പങ്കെടുത്തവരും അതിന്റെ വിശുദ്ധിയോടുകൂടെ നിന്നവരുമായ ആളുകൾ തന്നെ അത് ഭക്ഷിച്ചു തീർക്കും. കാരണം അത് കർത്താവിന്റെ ശരീരത്തിന്റെ ഓർമ്മയും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഓർമ്മയുമാണ്. അത് വേറൊരുത്തനുമായും സാധാരണക്കാരനുമായും ഷെയർ ചെയ്യത്തു പോലുമില്ല. അത് ഇതിന് വന്നവർ തന്നെ ഭക്ഷിച്ചു തീർക്കും. മീനിങ് മണവാളന്റെ ശരീരം മണവാട്ടിക്ക് മാത്രമുള്ളതാണ്. അതെ, ചന്തസ്ഥലത്ത് നിൽക്കുന്ന പൊതുജനത്തിനുള്ളതല്ല. അപ്പൊ മണവാട്ടി സഭയിൽ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചു വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവജനത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്
ഈ കർത്താവിന്റെ മേശ. അതെ. അപ്പൊ ബാക്കി വരുന്നത് സഭ തന്നെ ഭക്ഷിച്ചു തീർക്കുന്നു. അതെ, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. വിശുദ്ധന്മാരുടെ എല്ലാ സമൂഹങ്ങളിലും എൻ്റെ അറിവോളം ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങളും അത് ചെയ്യുന്നു. കർത്തൃമേശയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ഉദ്ദേശമുണ്ട്. ഇത്ര പേര് ഇതിനകത്ത് പങ്കെടുക്കും. മേ ബി ഞങ്ങൾ ഒരു 5000 പേര് പങ്കെടുക്കുമെങ്കിൽ ഒരു 5500 എണ്ണമെങ്കിലും ഉണ്ടാക്കും. 7000 പേര് പങ്കെടുക്കുമ്പോൾ ഒരു 8000 എങ്കിലും ഉണ്ടാക്കും. പാലസ് ഗ്രൗണ്ടിൽ മലയാളം ഇംഗ്ലീഷ് ചേർച്ചസ് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത മീറ്റിംഗ്സ് ഞാൻ ഓർക്കുന്നുണ്ട്. 16 കിലോഗ്രാം ആയിരുന്നു അന്ന് കൊണ്ടിരുന്ന ബ്രെഡ്. 16 കിലോഗ്രാം ബ്രെഡ് ആയിരുന്നു അന്ന് കൊണ്ടിരുന്നത്. 16 കിലോഗ്രാമിൽ എങ്ങനെയായാലും ഒരു 12-13 കിലോഗ്രാം ബ്രെഡ് ഭക്ഷിക്കാനുള്ള ആളുകളെ വരത്തുള്ളൂ. ബാക്കിയുള്ളത് മിച്ചമാണ്. ആ മിച്ചമുള്ളത് ഈ 8000 പാലസ് ഗ്രൗണ്ടിലൊക്കെ 10,000 ആയിരുന്നു. 10,000 പേര് ഞങ്ങളത് പൗത്തെടുക്കും. അത് സ്പെസിഫിക്കലി അനൗൺസ് ചെയ്യും. പാസ്റ്റേഴ്സും കർത്തൃമേശ എടുത്ത് സെർവ് ചെയ്ത ലീഡേഴ്സും നിർബന്ധമായി ഇത് തീർന്നിട്ടേ പോകാവൂ. കാരണം അത് ഭക്ഷിക്കണം. കൊടുക്കുന്നത് സാധാരണ ആളുകൾക്ക് കൊടുക്കാതെ സഭാംഗങ്ങൾക്ക് മാത്രം കൊടുക്കും. അങ്ങനെ ഭക്തിയോടെ അത് ഡിസ്പോസ് ചെയ്യുമായിരുന്നു. അതായത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഫിസിക്കൽ ബോഡിയെ, ഭൗതിക ശരീരം ഇന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണോ വിശുദ്ധിയോടുകൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, സെയിം റെവറൻസ് അതേ ദൈവഭയത്തോടെയാണ് കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ കൈനീട്ടേണ്ടത്. അതെ അതെ അതെ. ഓക്കെ, ഞാൻ എൻ്റെ സബ്ജക്റ്റ് തുടരട്ടെ. സാത്താനെ ആരാധിക്കുന്നതായി കണക്കാക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിനെ അപമാനിക്കുന്നതൊക്കെയും സാത്താനെ അപമാനിക്കുന്നതായി കണക്കാക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ അപമാനിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ തലമുറ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ദൈവദാസന്മാരെ അപമാനിക്കുന്നത് ക്രിസ്തുവിനെ അപമാനിക്കുക. ക്രിസ്തീയ ആരാധനയെ അപമാനിക്കുന്നത്, അന്യഭാഷ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പറയാൻ ശ്രമിക്കുന്നത്, ഇത് ക്രിസ്തുവിനെ അപമാനിക്കുകയാണ്. കാരണം ആരാധനയെ അപമാനിക്കുക, പ്രവചനത്തെ അപമാനിക്കുന്നത്, പ്രവാചകനെ അപമാനിക്കുന്നത്. എല്ലായിടത്തും പൊള്ളത്തരമുള്ളവരുണ്ട്, തെറ്റുള്ളവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അത് പൊതുവിലിട്ട് തട്ടാനുള്ളതല്ല. എൻ്റെ അപ്പൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയെങ്കിൽ, ഒരു പക്ഷെങ്കിൽ എൻ്റെ അപ്പൻ്റെ ഒരു ബലഹീനത പൊതുവിലിട്ട് തട്ടാൻ ഒരു മകൻ സമ്മതിക്കത്തില്ല. അത് വീടിനകത്ത് ഒതുക്കുകയുള്ളൂ, അത് വെളിയിലേക്ക് പോകാൻ അനുവദിക്കത്തില്ല. എൻ്റെ അപ്പനെ അല്ലാത്ത ഒരാളിന്റെ അപമാനതയാണ് ഞാൻ പരസ്യമായി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എൻ്റെ പിതാവാകയാൽ ദൈവനാമത്തിന്റെ മഹത്വത്തിനല്ലാതെ വിരോധമായി വരുന്ന യാതൊന്നും പരസ്യപ്പെടുത്താൻ ഞാൻ ഉണ്ടായിരിക്കയില്ല. എന്നാൽ ക്രിസ്തുവിനെയും ക്രിസ്തീയ ഉപദേശത്തെയും പൊളിച്ചു കാണിക്കാൻ വേണ്ടി, അതിനെ അപമാനിക്കാൻ വേണ്ടി സംസാരിക്കുന്നവരുണ്ട്. നമ്മുടെ സംസാരത്തിന് 2-3 ഉദ്ദേശങ്ങൾ കാണാം. ഒന്ന്, ക്രിസ്തുവിനെ അപമാനിക്കുക, അല്ലെങ്കിൽ തിരുവചനത്തെ എതിർക്കുക, അന്യഭാഷയെ, വ്യാഖ്യാനത്തെ, പ്രവചനത്തെ, പ്രസംഗത്തെ തുച്ഛീകരിക്കുക. അതിനുവേണ്ടി ഇന്റന്റ് ചെയ്യുന്ന സംസാരമുണ്ട്. പരിഹാസമെന്നും പരദൂഷണമെന്നും ഒക്കെ ഇതിന് പേര് പറയും. ഈ വേദപുസ്തകത്തിൽ പരിഹാസികളെ കുറിച്ച്, അല്ലെങ്കിൽ റിവീലേഴ്സ് എന്നൊരു പദമുണ്ട്. നുണ പറയുക, റിവീലേഴ്സ്. അത് വാക്കിന്റെ ആക്ച്വൽ അർത്ഥം പൊതുവിൽ അറിയാൻ വയ്യാത്ത രഹസ്യത്തെ പൊതുവിൽ പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അറിയത്തില്ലെങ്കിൽ അതെ, മിണ്ടാതിരിക്കും. അറിയാമെങ്കിൽ പോലും പരസ്യമാക്കേണ്ടത് പരസ്യമാക്കുന്നത്. മീനിങ് ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ മഹത്വത്തിന്റെ ചാനലുകൾ മാത്രമായിരിക്കുക. അതെ, നിശ്ചയമായി. പക്ഷേ ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു പദമുണ്ട് എൻ്റെ പ്രസംഗങ്ങളിൽ. ഞാൻ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ വളരുന്ന സഭകൾ, പ്രയോജനപ്പെടുന്ന പ്രസംഗകർ, പ്രയോജനപ്പെടുന്ന പാസ്റ്റർമാർ, പ്രയോജനപ്പെടുന്ന പ്രവചനങ്ങൾ, സഫലമായി തീർന്ന പ്രവചനങ്ങൾ ഇതായിരിക്കും. കാരണം എൻ്റെ ആഗ്രഹം ദൈവസഭയെ പണിയുക. നേരെ മറിച്ച് സാത്താൻ അയക്കുന്ന ദൂതന്മാരുണ്ട്. അവരുടെ ഉദാഹരണങ്ങൾ പൊളിഞ്ഞ സഭകൾ, നശിച്ച ശുശ്രൂഷകന്മാർ, നടക്കാതെ പോയ പ്രവചനങ്ങൾ, ഒക്കാതെ പോയ ശുശ്രൂഷകൾ ഇതായിരിക്കും. കാരണം അവന്റെ ലക്ഷ്യം ദൈവസഭയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അപമാനിക്കുക. ബിക്കോസ് അതിന്റെ എസൻസ്, അതിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്, ആകയാൽ സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, അണ്ടർലൈൻ ചെയ്യുക. സോ വേദപുസ്തകത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് വീണുപോയ ആദാം തുടങ്ങിയുള്ള പല പ്രിയപ്പെട്ടവരുണ്ട്. ആ വീണവനെ ഹൈലൈറ്റ് ചെയ്യുന്നതല്ല. ആകയാൽ സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, സോ ആ പോസിറ്റീവ് സ്പിരിറ്റിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ആ വീണവനെ കാണിക്കുന്നത് തന്നെ നിൽക്കുന്നവർ വീഴാതെ ഇരിക്കാൻ വേണ്ടി കാണിക്കുന്നതാ, അല്ലാതെ കണ്ട് വീണവൻ ചിരിക്കാൻ വേണ്ടിയല്ല, വീണവൻ സന്തോഷിക്കാൻ വേണ്ടിയല്ല കാണിക്കുന്നത്. അവരിലുള്ള ബലഹീനതകൾ നമുക്ക് വരാതെ നമ്മൾ നേരെ നിൽക്കുക എന്ന ആശയത്തിലാണ്.
പക്ഷേ അത് കാണിക്കേണ്ടവൻ വേണം കാണിക്കാൻ. സ്വർഗത്തിലെ ദൈവം എടുത്തു കാണിച്ചതിന്റെ അർത്ഥം ഞങ്ങൾ അതിലെ പോയ ഭിക്ഷക്കാരനെടുത്ത് കാണിക്കാമെന്നല്ല. അവൻ ഇത് കാണിക്കാൻ യാതൊരു അർഹതയുമില്ല. എന്റെ വീടിനകത്തൊരു മലിനത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തു കളയുന്നത് എന്റെ ജോലിയാ. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന സ്വീപ്പറെ കൊണ്ട് അത് എടുപ്പിച്ച് കളയും ഞാൻ. പക്ഷെ വരുന്ന ഒരുത്തിന് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ റൈറ്റ് ഇല്ല. അത് മിണ്ടാതെ അവൻ പോവുകയേ ഉള്ളൂ. ഞാൻ എന്റെ സ്വീപ്പറെ കൊണ്ട് അത് എടുപ്പിച്ച് കളയും. അതാണ് നമ്മുടെ നോർമൽ മര്യാദ. ഓക്കെ, ഈ ലൂസിഫറിനെ ആരാധിക്കേണ്ടതിന് വേണ്ടി ദൈവനാമത്തെ അപമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഇതിനു വേണ്ടി ഇന്ന് സോഷ്യൽ മീഡിയക്കാരെ പിശാച് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് പ്രസംഗകരെ പിശാച് ഉപയോഗിക്കുന്നുണ്ട്. കൂലിത്തല്ലുകാർ എന്ന് പണ്ടൊരു കാലത്ത് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് സുരേഷ് ബാബുവിനിട്ട് 2 തല്ല് തല്ലണം, എനിക്ക് തന്നെ അതിന് ആരോഗ്യം പോരാ. അങ്ങനെ വരുമ്പോൾ ഞാൻ മൂന്നാമതൊരുത്തനെ ഒരു കൊട്ടേഷൻ ടീമിനെ വിലക്കെടുക്കും. എടുത്തുകൊണ്ട് അവന് 100 രൂപ കൊടുക്കും, അല്ലെങ്കിൽ 10 രൂപ കൊടുക്കും. എന്റെ പ്രശ്നം 5 രൂപയ്ക്കൊക്കെ അടിക്കുന്നവരുണ്ട്. ഇപ്പം അവനെ ഇങ്ങോട്ട് വിളിച്ചു, നീ പോയി സുരേഷ് ബാബുവിനെ തല്ലിച്ചു വരാൻ പറയും. അവൻ പോയി തല്ലും. കൂലിത്തല്ലുകാരെന്നാണ് പണ്ട് ഇതിനെ വിളിച്ചിരുന്നത്. ഇന്ന് ഇത് ആത്മലോകത്ത് വല്ലാതെയായി. അന്ന് കൈകൊണ്ട് തല്ലും, ഇപ്പൊ നാവ് കൊണ്ടും മീഡിയ കൊണ്ടും വ്യത്യസ്ത മെത്തേഡുകൾ ഉപയോഗിക്കും. അത് ബോംബിടാൻ ശക്തിയുള്ള അമേരിക്ക കൊണ്ട് ബോംബിടാൻ ശക്തിയുള്ള ആർമി കൊണ്ട് ബോംബിടും. വെടിവെക്കാൻ മാത്രം ശക്തിയുള്ള ആർമി കൊണ്ട് വെടിവെക്കും. എനിക്കിതൊന്നും പറയാത്തതുകൊണ്ട് വാളുകളെ വർത്തമാനം പറഞ്ഞു കിടക്കും. എങ്ങനെയെങ്കിലും ഉപദ്രവിക്കുക എന്നുള്ളതാണ് അവനവന്റെ കപ്പാസിറ്റിക്ക് ഒത്തവണ്ണം. അതിനേക്കാൾ കൂടുതലായിട്ട് കപ്പാസിറ്റി അവനില്ല. അതുകൊണ്ടാണ് അവൻ ഇതിനകത്ത് നിർത്തുന്നത്. പക്ഷേ ഇതിനകത്തുനിന്ന് ദൈവസഭ മാറുന്നില്ലെങ്കിൽ നരകത്തിൽ പോകുന്ന കേസാണിത്. ഇതൊന്ന് പറയാൻ വേണ്ടിയാ. മീനിങ് പരിഹാസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ നിശ്ചയമായിട്ട് നരകത്തിൽ പോകും. പരിഹാസിക്ക് കൂട്ടു നിൽക്കുന്നത് തന്നെ. പരിഹാസിക്ക് കൂട്ടു നിൽക്കുകയും ചെയ്യുന്നത്. അതെ, പരിഹാസി ദൈവത്തിന് വെറുപ്പാണ്. പരിഹാസിയെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ക്രിറ്റിസിസം പാടില്ലെന്നാണ് പാസ്റ്റർ പറയുന്നത്. ക്രിറ്റിസിസം വേണം, പോസിറ്റീവ് ആയിരിക്കണം. വേദപുസ്തക പ്രകാരം ക്രിറ്റിസിസം ഉണ്ട്. വേദപുസ്തക പ്രകാരമുള്ള ക്രിറ്റിസിസം ഏതെങ്കിലും ഒരു വ്യക്തി കുറ്റം ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിയോട് നേരിട്ട് പറയുക. ആരാണ് പറയേണ്ടത്? അറിവുള്ളവൻ ചെന്ന് പറയണം. ഞാൻ ഒരു രഹസ്യം പറയാം. കഴിഞ്ഞ പ്രാവശ്യം ബദലിൽ പോയപ്പോൾ ഞാൻ ടോമി ഹൈഫിഗറിന്റെ ഞാൻ ഒരു ഷർട്ട് മേടിച്ചിട്ട് ഡ്രസ്സ് വാങ്ങി 32 വർഷമായി. ഇടതുവശത്ത് ഒരു സ്ട്രൈപ്പും വലതുവശത്ത് വേറെ ടൈപ്പ് സ്ട്രൈപ്പുള്ള ഒരു ഷർട്ട് വിട്ട കഷ്ടകാലത്തിന് ഈ സിംഹത്തിന്റെ മടയിൽ ഞാൻ ചെന്ന് വിട്ടത്. പക്ഷേ ആ ഉടുപ്പ് 2 ഡിസൈനാണ്. വൈറ്റ് ആണ്, 2 ഡിസൈനാണ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും ഈ അപ്പച്ചൻ വന്ന് എന്നോട് പറഞ്ഞു, ഫസ്റ്റ് മേറിയസ് എന്നോട് പറഞ്ഞു, ശരിയായില്ല, അത് ഒന്നുകിൽ 2 ഡിസൈൻ ഒരേപോലെയാണ് എന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അതാണ് പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് 101 ആദ്യം വ്യക്തിപരമായി വ്യക്തികളോട് സംസാരിക്കുക, ഇല്ലെങ്കിൽ 2-3 പേരെ കൂട്ടിക്കൊണ്ടുവരിക, ഇല്ലെങ്കിൽ പൊതുസഭ അതിനെ കറക്റ്റ് ചെയ്യുക. അല്ലാതെ ചന്തസ്ഥലത്ത് വിളിച്ചു കൂകാനായിട്ട് അതിന് വ്യവസ്ഥയില്ല. പാസ്റ്റർ, അതിന്റെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ തെറ്റ് കണ്ടാൽ കണ്ടവൻ, കേട്ടവനല്ല, കണ്ടവൻ നേരിട്ട് തിരുത്തുക. കേട്ടവനല്ല, കേൾക്കുന്ന വല്ലോക്കിയാ കേൾക്കുന്നത്. കണ്ടവൻ നേരിട്ട് തിരുത്തുക. അത് അംഗീകരിക്കാതെ വന്നാൽ 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ സകലതും വ്യക്തമാകേണ്ടതിന് 2-3 സാക്ഷികളുമായി അദ്ദേഹത്തോട് സംസാരിക്കുക. അതും കൈക്കൊള്ളാതെ വന്നാൽ അവനെ സഭയിൽ നിന്ന് പുറത്താക്കുകയും പൊതുസഭയെ വിവരം അറിയിക്കുകയും ചെയ്യുക. ഇതാണ് നത്തിങ്. ഒരിക്കൽ പൊതുസഭയെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ശരിക്കും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ സഭയിൽ അവന് തുടരാൻ പോലും പറ്റത്തില്ല. കാരണം ഇത്രയും വർഷം ഇങ്ങനെയായിട്ട് നമ്മൾ നേരിട്ട് വന്ന് ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതാ കാര്യം. അത് വലിയ സംഘടനാ ലീഡർഷിപ്പ് ആകട്ടെ, സെൻട്രൽ പാസ്റ്റേഴ്സ് ആകട്ടെ, പാസ്റ്റേഴ്സ് ആകട്ടെ, കോമൺ ബിലീവേഴ്സ് ആകട്ടെ, ഒരൊറ്റ വ്യക്തി പോലും അയ്യോ നിന്നെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നു എന്ന് പറഞ്ഞ് ആരും നേരിട്ട് വന്ന് ഇതുവരെ സംസാരിക്കുക. സെയിം ടൈം ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള, തേജോവധം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്നെ മാറ്റി നിർത്തിച്ചാണ്. എനിക്കൊന്ന് അങ്കിളിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മൂത്ത മകൻ വിവാഹം കഴിഞ്ഞ ശേഷം ഒരിക്കല് വെള്ളെഴുത്ത് കണ്ണാടി വെക്കേണ്ടതായി വന്നു. അതുവരെ എനിക്ക് വെള്ളെഴുത്ത് കണ്ണാടി ഇല്ലായിരുന്നു. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, വെള്ളെഴുത്ത് കണ്ണാടി വെച്ചു. നിങ്ങളുടെ സ്ഥലത്ത് ഒരിക്കല് ഞാൻ പ്രസംഗിക്കാൻ വന്നു. നിങ്ങളുടെ സ്ഥലത്ത് ആ തിരുവനന്തപുരം ഏരിയയിൽ എവിടെയോ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഒരു ബ്രദർ രാജുവിനെ കണ്ട്. അദ്ദേഹത്തിന് സ്വന്തം ഒരു കണ്ണാടി കടയുണ്ട്. ആ രാജു എന്നോട് നെയ്യാറ്റിങ്കര അസംബ്ലീസ് കോഡിന്റെ മെമ്പറാണ് രാജു. ബ്രദർ രാജു എന്നോട് പറഞ്ഞു, ഞാൻ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു കണ്ണാടി തരാം, അത് പാസ്റ്റർ കൊണ്ടുവെക്കാട്ടെന്ന് പറഞ്ഞു. വാങ്ങിച്ചു. അത് വെയിലത്ത് ആ കണ്ണാടി വെച്ചാൽ ഒരു കൂളിംഗ് എഫക്ട് കിട്ടും, കൂളിംഗ് ഗ്ലാസ് പോലെ ആവും. മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അടഞ്ഞ റൂമാണെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് ആണ്. അങ്ങനെ ഒരു കണ്ണാടി തന്നു.
അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കി അത് വെച്ചുകൊണ്ട് വീട്ടിൽ വന്നു. പക്ഷെ വീട്ടിലോട്ട് ഞാൻ വന്നു കയറുമ്പോൾ വെയിലുണ്ടായിരുന്നു. ആ വെയിലത്തൊന്ന് വീടിനകത്തോട്ട് കയറുമ്പോൾ എൻ്റെ മരുമകൾ, അവൾ പുതുതായിട്ട് വന്ന മോളാണ്, അവൾ എന്നോട് പറഞ്ഞു, ഡാഡി കൂളിംഗ് ഗ്ലാസ് വെച്ചോ. അപ്പൊ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന ഒരു പതിവില്ല. ഡാഡി കൂളിംഗ് ഗ്ലാസ് വെച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഇത് ഭയങ്കര മാജിക്കാണ്, ഇത് കൂളിംഗ് ഗ്ലാസ് അല്ല, ഇതിങ്ങനെ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നതാണ്. പക്ഷെ അവൾ എന്നോട് പറഞ്ഞൊരു വാചകം, പക്ഷെ ഡാഡി ഞാൻ കണ്ടപ്പോൾ കൂളിംഗ് ഗ്ലാസ്സാ, ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഡാഡിയുടെ സ്വഭാവത്തിന് ചേരുന്നതല്ല. അന്ന് ഞാൻ മാറ്റിയതാ. രാജുവിനോട് നന്ദിയുണ്ട്. സംഗതി അത് നല്ലതാണെങ്കിലും എൻ്റെ നേച്ചറിന് ചേരാത്ത ഒന്ന്, എൻ്റെ സ്വഭാവത്തിന് ചേരാത്ത ഒന്ന്. കാര്യം ഒരാൾ ചിലപ്പോൾ അതായിരിക്കും കാണുന്നത്. അത് അവൾ എന്നോട് നേരിട്ട് പറഞ്ഞതുകൊണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയക്കാരനായിരുന്നെങ്കിൽ നിശ്ചയമായും ഇതിന്റെ കോപ്പി എടുത്ത് അവൻ 10,000 രൂപ ഉണ്ടാക്കും. കാര്യം ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കാശ് കിട്ടും. അതുകൊണ്ട് അവന് കാശ് കൊടുക്കുന്നവരുണ്ട്. സുവിശേഷത്തിന്റെ ശത്രുക്കൾ ഒരുപാട് വിരോധികൾ, കാശ് കൊടുക്കുന്നവരുണ്ട്. അയ്യോ, നിങ്ങളെ വാണിഭമാക്കുമെന്നല്ലേ ബൈബിൾ പറയുന്നത്. 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 3-ാം വാക്യം. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അതിന്റെ ആരംഭം മുതൽ നമ്മൾ വായിച്ചാൽ 2 പത്രോസിന്റെ ലേഖനം 1-2 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നൊഴിപ്പിച്ച് തങ്ങളുടെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്ര നാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദൂഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭം ആക്കും. അപ്പൊ അങ്കിൾ, അത് വാണിഭമാക്കും എന്ന് പറയുമ്പോൾ അതിനെ കച്ചവട ചരക്കാക്കും. അത് ദൈവജനമാകട്ടെ ദൈവസഭയാകട്ടെ കച്ചവട ചരക്കാക്കും. എന്തോ ആ വാക്യത്തിന്റെ വ്യാഖ്യാനമായിട്ട് അങ്കിൾ എന്തോ? അത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാനിത് പറയാം. ഓക്കെ. ഒരിക്കല് എന്നെക്കുറിച്ച് വ്യാജമായ കുറെ പരസ്യങ്ങൾ പത്രങ്ങളിൽ വന്നു. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ മഞ്ഞപ്പത്രങ്ങളിൽ വന്നതിനെ തുടർന്ന് ഒരു ക്ലറിഫിക്കേഷൻ കൊടുക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് തിരുവല്ലയിൽ വെച്ചൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടി. ആ പ്രസ് കോൺഫറൻസിൽ ഇന്ന് ജീവനോട് ഇല്ലാത്ത ഒരു മനുഷ്യൻ, ആ ശപിക്കപ്പെട്ടവന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, ഈ ഇവരുടെ റെപ്രസെൻറ്റേറ്റീവാണ്, എന്നോട് ചോദിച്ചൊരു ചോദ്യം, അച്ഛാ എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് പറ. ഞങ്ങൾ 13 പേര് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഓരോരുത്തർക്ക് എത്ര രൂപ തരാൻ അച്ഛാ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറ. പെന്തക്കോസ്റ്റൽ പ്രസ് കോൺഫറൻസിൽ നിന്ന് 13 പേര് വന്നിട്ടുണ്ട്. 13 പേര് വന്നിട്ടുണ്ട്. എത്ര രൂപ വേണം, എത്ര രൂപ തരും? അച്ഛനെതിരെ സംസാരിക്കുന്ന ആളുകൾ 5,000 രൂപ വീതം ഞങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി എഴുതാൻ പോവാ. ആ സമയത്ത് അച്ഛന് വേണ്ടി എഴുതാം, എത്ര രൂപ തരുമെന്ന് പറ, എക്സ്ട്രാ കിട്ടുമെങ്കിൽ നിങ്ങളുടേത് പരസ്യപ്പെടുത്താം, ഇല്ലെങ്കിൽ അവൻ്റെ ഇത് പരസ്യപ്പെടുത്തും. ഇതാണ് പ്രസ് കോൺഫറൻസിൽ നടന്നത്. എന്റെ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞാൽ അയാള് 5,000 രൂപ കൊടുത്തിരിക്കുന്നെങ്കിൽ നമ്മൾ 7,500 16 വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിട്ടേക്കാം. ഇതിൽ കവിഞ്ഞതിനകത്ത് യാഥാർത്ഥ്യമില്ല. ഇതെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് കെട്ടി ഫോഷ്ക്ക് പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വാണിഭമാകുക. ഞാൻ ആദ്യമായി അമേരിക്കയിൽ വന്ന ശേഷം തിരിച്ചു പോകുന്നത് മിനിസ്ട്രിക്ക് വേണ്ടി. ആദ്യം വരുന്നത് 1990 ഉപരിപഠനത്തിന് വേണ്ടി നേരത്തെ വന്നിട്ടുണ്ട്. 90 ഇവിടെ നിന്ന് തിരിച്ചു ചെന്ന ശേഷം ഒരു മാസിക പ്രവർത്തനം, അക്കാലങ്ങളിൽ മാസികകളുടെ എണ്ണം കുറവാണ്. ഒരു മാസിക പ്രവർത്തകൻ എന്നെ വിളിച്ച്, അല്ലെ മാസിക പ്രവർത്തകന്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, അച്ഛാ 1,00,000 രൂപ ഞങ്ങൾക്ക് തരണം. 1990 1,00,000 രൂപ എന്നുള്ളതിന് ഇന്നത്തേതിനേക്കാൾ കൂടുതൽ അന്ന് എനിക്ക് വിലയുണ്ട്, എല്ലാവർക്കും വിലയുണ്ട്. അതെ, എനിക്ക് 1,00,000 രൂപ തരണം, ഞങ്ങളുടെ മാസികയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, ബ്രദറെ എൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ല, തിരുവല്ല ഇന്ന് പ്രസിദ്ധീകരിക്കാൻ. ഞാൻ പറഞ്ഞു, ബ്രദർ നിങ്ങൾക്ക് തരാൻ എൻ്റെ പൈസ ഇല്ല. എന്നോട് എടുത്ത വായിലെ പറഞ്ഞു, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കാശാണ് ഇത്, കയ്യിലെ കാശൊന്നും അല്ല, ചുമ്മാ കിട്ടിയതാ. ഞാൻ എടുത്ത വായിലെ പറഞ്ഞു, മോനെ നിന്റെ പങ്ക് അമേരിക്കയിൽ ഇരിക്കുന്നേ ഉള്ളൂ, ഞാൻ കൊണ്ടുവന്നില്ല, ഞാൻ എൻ്റെ പങ്കേ കൊണ്ടുവന്നുള്ളൂ, നീ പോയി നിന്റെ പങ്ക് എടുത്തുകൊണ്ട് പോരെ, തൽക്കാലം നിർത്ത്. അടുത്ത വാചകം, അച്ഛാ ഞാനൊരു ബോംബ് പ്രസിദ്ധീകരിക്കും. പറഞ്ഞു, നീ 2 ബോംബ് പ്രസിദ്ധീകരിക്കും, ഞാൻ പൈസ തരത്തില്ല എന്ന് പറഞ്ഞു. അവനാണ് MA വർഗീസിന് ദുരുപദേശം ഉണ്ടെന്ന് പറഞ്ഞ ആദ്യത്തെ പരസ്യം തിരുവല്ലയിൽ നിന്ന് വരുന്ന ഒരു പത്രത്തിനകത്ത്, പത്രം എന്നെ കുറച്ച് കോപ്പിയേ ഉള്ളൂ, ചില്ലറ കോപ്പിയേ ഉള്ളൂ, അതിനകത്ത് ആദ്യം പരസ്യപ്പെടുത്തുന്ന അവനാ. അതുകൊണ്ട് ചില സഭകൾ ഇദ്ദേഹത്തെ ഇനി മേലാൽ കയറ്റുമോ എന്ന് കാണണം, കയറ്റത്തില്ലെന്നില്ല, കയറ്റുമെന്നുമില്ല, കയറ്റുമോ എന്ന് കാണണം. അവർ സംസാരിച്ചപ്പോൾ ഇങ്ങനെ, ഇവർ സംസാരിച്ചപ്പോൾ ഇങ്ങനെ, കുറെ സംശയാസ്പദമായ ചോദ്യങ്ങൾ ഇടുന്നത്. അതിനെ തുടർന്ന് പണം പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വേണ്ട, ഇന്ന് 1000 പേര് എൻ്റെ യൂട്യൂബ് കാണുകയാണെങ്കിൽ ആ യൂട്യൂബിൻ്റെ പുറകിൽ കൈയടിച്ച് കാണിച്ചാൽ അവന് 1000 പേർക്കുള്ള കാശ് അവൻ്റെ കയ്യിൽ കിട്ടും. നിങ്ങൾ വാണിഭമായി. ഇതിനൊരു ലൈക്ക് അടിക്കുന്നവനും ഈ സാത്താനെ ആരാധിക്കുന്ന കൂട്ടത്തിൽ, അതായത് ക്രിസ്തുവിനെ അപമാനിക്കുന്ന കൂട്ടത്തിൽ ലൂസിഫറിനെ ആരാധിക്കുന്നതിന് വേണ്ടി തംസ പഠിച്ചവനും അതിനകത്ത് ലൈക്ക് അടിച്ചവനും എല്ലാം കൂടെ ചേർന്നാണ് ആരാധിക്കുന്നത്. ഈ ലൈക്ക് അടിച്ചവൻ മറ്റവന് വാണിഭമാക്കിയിരിക്കുക.
അവൻ വാണിഭമാക്കപ്പെട്ടു. നമ്മളിൽ ഒരുപാട് പേര് വാണിഭമാക്കപ്പെട്ടു. അറിയാതെ ലൂസിഫറിനെ ആരാധിച്ചു. മാനസാന്തരപ്പെട്ട് തിരിയാൻ കഴിയുന്നവർ തിരിയട്ടെ. ഓക്കെ അങ്കിൾ, മറുവശത്ത് ഇതേപോലെ ഓഡിയൻസിന്റെ നടുവിലിടുന്ന സോഷ്യൽ മീഡിയയിൽ മെസ്സേജസ് കേൾക്കുന്നവരെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നത് ലൈക്ക് അടിക്കുന്നവരോ ഒക്കെ വാണിഭമാക്കുന്ന പറയും പോലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രാസംഗികർ കച്ചവട മെന്റാലിറ്റിയിൽ ശുശ്രൂഷിക്കുന്നവരില്ലേ? നിശ്ചയമായും അവരെ നമ്മൾ ഒഴിവാക്കണം. കാര്യം അതിനകത്ത് അവരെ വിളിച്ച് ചേർക്കുന്നവരെ ഒഴിവാക്കണം. പൊതുജനത്തിന് അവരെ കുറിച്ച് ഒന്നും ചെയ്യാനൊക്കത്തില്ല. പൊതുജനത്തിന് അവരുമായി യാതൊരു ബന്ധവുമില്ല. സോഷ്യൽ മീഡിയ വായിക്കുന്നവരും അവരും തമ്മിലൊരു ബന്ധവുമില്ല. എന്റെ ചർച്ചിൽ സുരേഷ് ബാബുവിനെ വിളിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ചർച്ചല്ല ഞാനാ. അതുകൊണ്ട് ലീഡർഷിപ്പ് മാത്രം കൈകാര്യം ചെയ്യേണ്ടതും ലീഡർഷിപ്പിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുമായ കാര്യമായത്. സോ അങ്ങനെയാണ് വളരെ ആത്മാർത്ഥമായിട്ട് അടുത്ത് ഞാൻ ചെയ്തു, വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യുന്നത്. ഒരു വളരുന്ന സഭ ആത്മീയമായി ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലീഡർഷിപ്പ് ആണെന്ന്, അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയാണ് നമുക്ക് ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ശുശ്രൂഷകരായിരിക്കണം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ടത്. അത് കൺവെൻഷൻ ആകട്ടെ, അത് കാത്തിരിപ്പ് ആകട്ടെ, കോട്ടേജ് മീറ്റിംഗ് ആകട്ടെ, എനി ടൈപ്പ് ഓഫ് മീറ്റിംഗ്, എങ്ങനെയുള്ളവരായിരിക്കും? പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്നവരും ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശത്തിന്റെ ഗൗരവം പറയുന്നവരും ഓരോ മെസ്സേജിലും പുതിയ വെളിപ്പാടുകൾ ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിച്ചവരും ആയവരെ മാത്രമേ ഞങ്ങൾ വിളിക്കാറുള്ളൂ. പ്ലസ് ഓഫ്കോഴ്സ് ജീവിതമുള്ളവരാണ്. ജീവിതം 100%. ഞാൻ ഇങ്ങനെയുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ഇങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ചർച്ച് കമ്മിറ്റിയുടെ മുമ്പിലോട്ട് വെക്കും. കമ്മിറ്റി എന്ന് പറയുന്നതിനകത്ത് ചർച്ചിന്റെ ഒഫീഷ്യൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി മാത്രമല്ല, ആത്മപരിചയമുള്ളവരും പ്രായപരിചയമുള്ളവരും നാട്ടുപരിചയമുള്ളവരുമായ ഒരു 10 പേരെ കൂടി എങ്കിലും ഉൾപ്പെടുത്തും. ഇതിനകത്ത് കൊടുത്ത ശേഷം ഇന്നാരെ കുറിച്ച് ഇന്ന റിമാർക്കുകളുണ്ട്, അതിനകത്ത് ഇത്രയും സത്യമുണ്ട്, ഇത്രയും കള്ളമാണ് എന്നിങ്ങനെ ഒരു ക്യാരക്ടർ സ്റ്റഡിയും കൂടെ നടത്തിയ ശേഷം മാത്രമേ ഞങ്ങൾ വിളിക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരെ മയക്കും പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എവിടെ പോയാലും ലോകത്ത് ഏത് സ്ഥലത്ത് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് അമേരിക്കയിലാണ്. സാധാരണ അമേരിക്കയിൽ പോകുന്നത് പൈസയ്ക്ക് വേണ്ടി എന്നുള്ളൊരു കോമൺ ടോക്ക് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ചിന്താഗതി ഉണ്ടല്ലോ. പക്ഷേ ഏത് രാജ്യത്ത് എവിടെ നമ്മൾ നിന്നാലും മയക്കം പിടിച്ചു നിൽക്കുക 2 കാര്യമാണ് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒന്ന്, യേശു കർത്താവിൻ്റെ നാമമഹത്വം എടുക്കുക. അതെ. നമ്പർ 2, മുന്നിലായിരിക്കുന്ന ദൈവജനം, ദൈവസഭ കർത്താവിൽ പണിയപ്പെടുക. അതെ, ദാറ്റ്സ് ഓൾ. നിശ്ചയമായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിച്ചു വന്നാൽ ആ സ്ഥലത്ത് എന്ത് നടന്നു എന്ന് ഞാൻ എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്യും. പൊതുവെ കേരളത്തിലോ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു കൺവെൻഷൻ നടന്നാൽ എവറി സിംഗിൾ ഈവനിങ് ഞാൻ വീട്ടിലോട്ട് വിളിക്കും. എല്ലാ ഈവനിങ്ങിലും വീട്ടിലോട്ട് വിളിക്കുമ്പോൾ മൂത്ത മോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകലുമായി എത്ര പേർ രക്ഷിക്കപ്പെട്ടു, എത്ര പേർ പുത്തൻ തീരുമാനത്തിൽ വന്നു? ഡാഡി ഈ പോയി കിടക്കുന്നുണ്ടല്ലോ, ഇതിൽ ഈ 22,000 മെമ്പേഴ്സുള്ള ചർച്ച, ബാംഗ്ലൂർ ചർച്ച്, ഇവിടെ പ്രയോജനപ്പെടേണ്ട ഡാഡി ആ സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഇന്ന് റിസൾട്ട് ഉണ്ടോ? റിസൾട്ട് ഇല്ലെന്ന് കണ്ടാൽ ഞങ്ങൾ വിലപിക്കും. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എൻ്റെ വൈഫും മൂത്ത മോനും മരുമോളും ഉണ്ട്, ഒരു കൊച്ചുമോനും ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, മോനെ, നമ്മുടെ ഫാമിലിയാണ് ഇന്ന് പ്രധാനമായും ശുശ്രൂഷിക്കുന്നത്. ഉച്ച കഴിഞ്ഞൊരു ശുശ്രൂഷകനെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ തന്നെയാണ് വിളിച്ചത്. അദ്ദേഹം വളരെ പ്രയോജനപ്പെടുന്നയാളാണ്. നമ്മളാണ് പ്രധാനമായും ഇതിന്റെ ചുമതല. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ സുരേഷ് ബാബുവിനെ ഒന്ന് കാണാൻ പോവുകയാണ്, കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോ, ദൈവം ഇന്ന് റിസൾട്ട് തന്നേ പറ്റൂ. ആ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ലോക്കൽ സഭ പണിയപ്പെടണം. പക്ഷേ ഈ പ്രാവശ്യം അമേരിക്കയിൽ വന്നിട്ട് ഞാൻ ഒരാളിന്റെ കയ്യിൽ നിന്ന് എനിക്ക് തന്ന പൈസ ഞാൻ പറഞ്ഞു, മോനെ വേണ്ട, കാരണം നിനക്കിപ്പോ എനിക്ക് പൈസ തരത്തക്ക സാധ്യതയില്ല, നീ അതിനുള്ള കഴിവുള്ളവനല്ല. എന്നെ ഇത് പഠിപ്പിച്ച സുരേഷ് ബാബുവാ. ആയുസ്സിൽ ആദ്യമായി എൻ്റെ കയ്യിൽ കൊടുത്ത പൈസയിൽ നിന്ന് ഒരു ഭാഗം തിരിച്ചു തന്നു. ഒരു ഭാഗമല്ല, ആദ്യത്തെ കവർ കംപ്ലീറ്റ്. ഫസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് ഒരു ചർച്ച് ബിൽഡിങ്ങിൻ്റെ ആണ് ആവശ്യം, നിങ്ങൾ ശുശ്രൂഷകന്മാരെ പോറ്റേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്ന കവർ നിരസിച്ച ഒന്നാമത്തെ വ്യക്തി സുരേഷ് ബാബുവാണ്. രണ്ടാമതൊരു പ്രാവശ്യം ഞാനൊരു കവർ തന്നത് എനിക്കറിയാം, ഒരു പ്രാവശ്യം നിരസിച്ചു എന്നുള്ളത് കൊണ്ട് അടുത്ത പ്രാവശ്യം അത് കരുതി ചെയ്യണമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനത് കരുതി ചെയ്തു. എയർപോർട്ടിൽ ചെന്ന ശേഷം അത് എണ്ണി നോക്കിയേച്ച് സുനിലിന്റെ അടുക്കൽ, എൻ്റെ മോൻ്റെ അടുക്കൽ, അന്ന് അദ്ദേഹം കൊണ്ടുവിടാൻ വന്നത്, അത് ഒരു കവറിന്റെ ഒരു ഭാഗം ഇനി തിരിച്ചു കൊടുത്തയച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് മുതൽ അത് എൻ്റെ പ്രാക്ടീസാണ്. കൊള്ളാവുന്നത് ഞാൻ അംഗീകരിക്കും, കൊള്ളുകയില്ലാത്തത് ഞാൻ തിരസ്കരിക്കും. എത്രയോ ഇടത്തുനിന്ന് എനിക്ക് പണം വേണ്ട എന്ന് പറയാൻ ഞാൻ പോരുന്നുണ്ട്. എൻ്റെ വരവിന്റെ ഉദ്ദേശം പണം ഉണ്ടാക്കുക അല്ല. ട്രിവാൻഡ്രം ജില്ലയിൽ എവിടെ ഞാൻ പ്രസംഗിച്ചാലും ഞാൻ മിക്കവാറും പൈസ വാങ്ങാറില്ല. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതെ, കാരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് നമ്മുടെ ജെറുസലേമാണ്. നമ്മുടെ ഓൺ സഹോദരങ്ങളാണ് കിടക്കുന്നത്. അവർ TPM-ലായിരിക്കാം, IPC ആയിരിക്കാം, ചർച്ചകോടായിരിക്കാം, AG ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് ആയിരിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ പോകുമ്പോൾ 2 കാര്യം ഞാൻ വളരെ ശ്രദ്ധിക്കുക. ഒന്ന്, ക്രൈസ്റ്റ് സെന്ററിലേക്ക്, ഞങ്ങളുടെ ചർച്ചിലേക്ക് ഒരിക്കലും അവിടുന്ന് ആൾക്കാരെ കയറ്റത്തില്ല. 2, പൈസ മേടിക്കത്തില്ല. കാരണം നമ്മൾ അവിടെ ചെന്ന് നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അത് കണ്ടിട്ട് ഞങ്ങളുടെ
ചർച്ച മാറിയിട്ട് ഇയാളെ കൂടെ, ഈ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ പോയാൽ കുറച്ച് ഗ്ലാമർ കൂടും എന്ന് ചിന്തിക്കുന്നത് നമ്മൾ ചർച്ച പൊളിക്കുകയാണ്. അതെ, നമ്മൾ ചർച്ച പണിയുകയല്ല. നമ്മൾ മറ്റു ദൈവദാസന്മാരുടെ ഹൃദയത്തെ തകർക്കുന്നവരല്ല, പണിയുന്നവരാണ്. പാസ്റ്ററെ, അതിനെക്കുറിച്ച് ഞാൻ 2 ആശയങ്ങൾ പറയാം. നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് പോകാതെ ഞാൻ ഒന്ന് പറയാം. നമ്മുടെ ചർച്ചിൽ നിന്ന് ഒരു 2-3 പേരെ ഒഴിവാക്കി കിട്ടിയാൽ കൊള്ളാം കർത്താവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുണ്ട്. ദൈവത്തിൻ്റെ കരുണയാൽ ഒരു ദിവസം ഒരു ഇൻഫർമേഷൻ കിട്ടി. വേറൊരു പാസ്റ്റർ എന്ന് പറഞ്ഞു, നിങ്ങളുടെ ചർച്ചിലെ ഇന്നാരും ഞങ്ങളുടെ ചർച്ചിൽ വന്നു തുടങ്ങി, നിങ്ങൾക്ക് വിരോധമൊന്നും ഇല്ലല്ലോ എന്ന്. എൻ്റെ മൂത്ത മോൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, അങ്കിളെ പേട്ടുതേങ്ങായ, ഇവിടുന്ന് പെറുക്കി കളയാൻ വേണ്ടി മാറ്റിയിട്ടിരുന്ന പേട്ടുതേങ്ങായ, അങ്കിളിന് തലവേദനയായിരിക്കും, ഇത് കൊണ്ടുപോകരുത്. ഒരിക്കൽ യാക്കോബയ പള്ളിയിൽ നിന്ന് ഒരു മനുഷ്യൻ പെന്തക്കോസ്ത് വന്നു, എൻ്റെ ചർച്ച് വന്നു വെച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ സ്നാനപ്പെട്ടതാണ്, പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പിന്മാറ്റത്തിൽ പോയി, യാക്കോബയിലായിരുന്നു, ഞാനിപ്പോൾ അവിടെ നിൽക്കുകയാണ്, തിരിച്ചു വരിക എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വന്നാട്ടെന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിച്ചു. വേറൊരു യാക്കോബക്കാരൻ എന്നോട് പറഞ്ഞത്, യു ഡോണ്ട് ഹാവ് കപ്പാസിറ്റി ടു ക്യാരി ദ ഡെഡ് വുഡ്. ഇവനൊരു ചെതുക്കിച്ച തടിയാണ്, ഇതിനെ പൊക്കിക്കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, വന്നു കയറുന്നവരെ എടുക്കരുത്, ഇതൊക്കെ ചെതുക്കിച്ച തടികളെ വരത്തുള്ളൂ, ചെതുക്കിച്ചതിനെ മാത്രമേ ചർച്ച് തള്ളത്തുള്ളൂ, അങ്ങനെ തള്ളിയതിനെ എടുത്തിട്ട് അർത്ഥമില്ല. ഞാൻ എൻ്റെ പോയിന്റിൽ മടങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചതായ മെസ്സേജ്, ഇങ്ങനെ ലൂസിഫറിനെ ആരാധിക്കുന്ന ആരാധനയിൽ ബലം പ്രയോഗിച്ച് പുറത്തു വരുവാൻ, ബലാൽക്കാരെയാണ് ദൈവരാജ്യത്തിൽ കടക്കുവാൻ, സുവിശേഷീകരണത്തിലേക്ക് മാറുവാൻ ജനത്തെ ഒന്ന് ആഹ്വാനം ചെയ്യാനാണ്. ഈ തലമുറയ്ക്ക് അനേക പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇത് ന്യായവിധിക്ക് വേണ്ടി വിധിക്കപ്പെട്ട തലമുറയാണ്. മറക്കരുത്, യേശുക്രിസ്തു പണ്ടൊരിക്കൽ പറഞ്ഞത്, ഹാബേലിന്റെ രക്തം മുതൽ ഇന്ന രക്തം വരെ, സഖരിയാവിന്റെ രക്തം വരെ, യാഗപീഠത്തിനും വിശുദ്ധ മന്ദിരത്തിനും നടുവിൽ ചൊരിഞ്ഞ രക്തം മുഴുവനും ഞാൻ ഈ തലമുറയുടെ മേൽ കണക്കിടും. കാര്യം ഗംഭീര പാപം ചെയ്ത തലമുറയാണ് ഈ തലമുറ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദൈവദാസന്മാരുടെ രക്തം ചൊരിഞ്ഞ തലമുറ, കഴിഞ്ഞ തലമുറകൾ കാണിച്ചു വെച്ചത് മുഴുവനും കൂടി നിങ്ങളുടെ മേൽ കണക്ക് തീർക്കാൻ പോവുക. യേശുക്രിസ്തു അങ്ങനെയാണെങ്കിൽ എത്ര ദൈവദാസന്മാരെ കരയിപ്പിച്ചിട്ടുള്ള, അതെ, കൊന്നത് എത്ര പേര്, കണ്ണുനീരോടെ അതെ, അതിന്റെ മുഴുവൻ ശിക്ഷ അതാത് തലമുറകളിൽ അന്നന്ന് ചെയ്തവർക്ക് ഭാഗികമായി ശിക്ഷയുടെ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുഴുവൻ ശിക്ഷയും കൂടി ഏറ്റുവാങ്ങാനുള്ളതാണ് ഈ അന്ത്യകാല സഭ. അങ്കിൾ, ഞങ്ങൾക്കൊരു സഹോദരനുണ്ട്, ഒരു കൊച്ചു സഹോദരൻ, ബിജിൻ എന്ന അവൻ്റെ പേര്. അവനെ ഇതുപോലെ ഞങ്ങളുടെ ചേർച്ചിൻ്റെ സൂം മീറ്റിങ്ങിന് വേണ്ടി ഇരിക്കും, ഓൺലൈൻ മീറ്റിങ്ങിന് ഇരിക്കും. അവൻ പറഞ്ഞ കാര്യം, പാസ്റ്റർമാരെ മക്കളെ മുട്ട തിന്നാൻ പാടില്ല എന്ന് വരെ ശഠിച്ച പെന്തിക്കോസുകാരുണ്ടെന്നാണ്. കാണും. പാസ്റ്റർമാര് മുട്ട തിന്നാൻ പാടില്ല, അത് ലക്ഷറിയാണ്. പാസ്റ്റർമാരെ മക്കളെ മുട്ട തിന്നാൻ പാടില്ല. പിശാച് എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും ഏറ്റുപാടുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ ചർച്ചിൽ പാസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ പിതാവാ. സോ ഹൗ മച്ച് ഐ എം ടേക്കിംഗ് കെയർ ഓഫ് യു. ഞാൻ എത്രത്തോളം ദൈവദാസനെ കെയർ ചെയ്യുന്നു, അഹരോന് ഹൂരും എന്നതുപോലെ എത്രത്തോളം കരങ്ങളെ ബലപ്പെടുത്തുന്നു, അത്രത്തോളമാണ് എന്നെ ദൈവം അനുഗ്രഹിക്കുന്നത്, എൻ്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്നത്. അല്ലാതെ ഹൃദയത്തെ തകർക്കുക എന്നല്ല, ഒരു കയ്യിൽ ചർച്ചിലുള്ള ദൈവദാസന്റെ ഹൃദയത്തെ തകർക്കുക എന്നുള്ളതല്ല. ദൈവ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, എന്നോടും ആളുകൾ സംസാരിക്കാറുണ്ട്. ഒരു പോയിന്റ് ഉണ്ട്, ഭൗതിക അനുഗ്രഹത്തെ മാത്രമാണോ നിങ്ങൾ പറയുന്നത്? അല്ല. ആത്മീയ അനുഗ്രഹവും ഭൗതിക അനുഗ്രഹവും കൂടെ ഒരുമിച്ച് വരിക. എൻ്റെ മക്കൾ പ്രവാചകന്മാരായി മാറിയത്, എൻ്റെ മക്കൾ ദൈവസഭയുടെ ലീഡർഷിപ്പ് കൊടുക്കുന്നത്, എൻ്റെ മക്കൾ കൺവെൻഷൻ പ്രസംഗകരായി മാറിയത്, എൻ്റെ മക്കൾ കള്ളു കുടിക്കാതെയും അയോഗ്യമായി നടക്കാതെയും യോഗ്യമായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരെ അനുഗ്രഹിച്ചതാ. അതോട് ചേർന്ന് അവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ ദൈവം കൊടുത്തു. ഒരു കാലിൽ ചെരുപ്പിടാനില്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത്. എൻ്റെ അപ്പന് കാശില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സ്നാനപ്പെട്ട കാരണത്താൽ എനിക്ക് തരാതിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഇറങ്ങി. ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ വരെ ഉണ്ടെന്നുള്ളത്. ഞാൻ ഇന്നും ഒരു ലക്ഷറിക്ക് പോയിട്ടില്ല. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാനത് അങ്ങേയറ്റം സൂക്ഷിക്കുന്നു. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങളും ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ മൈക്കും, ഈ ആളുകൾക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ഇരിക്കാൻ കെട്ടിടങ്ങളും സ്ഥലവും തന്ന ദൈവം അനുഗ്രഹിച്ചതാണ്. അത് ഭൗതികം തന്നെയല്ല, ആത്മീയവും ഭൗതികവും കൂടെ ഒരുമിച്ച് ചേർക്കാം. ഇതെൻ്റെ മക്കൾക്ക് തന്നെയല്ല, എൻ്റെ പേരിലോ എൻ്റെ മക്കളുടെ പേരിലോ ഒരു ഇഞ്ച് ഭൂമി ബാംഗ്ലൂരിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. മറുവശം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ ഓരോ ചെറിയ വീടുകളുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ശൈലിയിൽ പറഞ്ഞാൽ നാണക്കേടായിരിക്കും. 2.5 സെന്റ് ഭൂമി, അവിടെ ഒന്നുമില്ലാത്തവൻ 5 സെന്റിൽ കുറഞ്ഞ് വാങ്ങിക്കുന്നതായിട്ട് എനിക്കറിയില്ല. 2.5 സെന്റ് ഭൂമി വീതം എൻ്റെ 2 മക്കളുടെ പേരിൽ വാങ്ങിച്ച് അവർക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതല്ലാതെ
ഈ ഒരിക്കൽ ഒരു മഹാന് എന്നെക്കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. കോടിക്കണക്കിന് എൻ്റെ കയ്യിൽ ഉണ്ട്, 100 കോടിയുടെ വസ്തുക്കൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഞാൻ ഒരിക്കൽ പരസ്യമായിട്ട് ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, വാ ഒരു ഗവൺമെൻറ് പേപ്പറിൽ, നമുക്കൊരു സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെൻ്റ് എഴുതാം, എൻ്റെ കയ്യിലുള്ള എൻ്റെ പേരിലുള്ള കംപ്ലീറ്റ് വസ്തുക്കൾ, സ്വത്തുക്കൾ അവന് ഞാൻ ഫ്രീ കൊടുത്തിരിക്കുന്നു. 1 കോടി രൂപ തന്നേച്ച് അത് വാങ്ങിച്ചു. 1 കോടി, എൻ്റെ കയ്യിൽ 100 കോടി ഉണ്ടെന്നാണല്ലോ പുള്ളിയുടെ. അവനും അറിയാം വിഡ്ഢിത്തമാണെന്ന്, പിശാചിനും അറിയാം ഇവനെ കൊണ്ട് ഞാൻ വിഡ്ഢിത്തം പറയിപ്പിക്കുകയാണെന്ന്. പക്ഷെ കുറെ പൊതുജനത്തെ ക്രിസ്തുവിങ്കിൽ നിന്ന് അകറ്റാൻ, അതാണ് അതിന്റെ അന്തിമ റിസൾട്ട്. ഇതിനു വേണ്ടി ഇത് പറയുന്നു. 2 പത്രോസിലെ 2-ാം അധ്യായത്തിൽ നേരത്തെ നമ്മൾ 3 വരെയുള്ള വാക്യം, 3-4 വാക്യങ്ങളാണ്. അതിന്റെ താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ, പുതുതായി വിശ്വാസത്തിൽ വരുന്നവർക്ക് ഇങ്ങനെയുള്ളതായ ദുഷ്പ്രചരണങ്ങള് തടങ്കൽ പാറയും ഇടർച്ചക്കലുമായി തീരത്തില്ല. പുതുതായി ക്രിസ്തുവിങ്കിലേക്ക് ലോകമോഹങ്ങൾ വിട്ടു വരുന്നവരെ തങ്ങളുടെ ശൈലിയിലേക്ക് കൊണ്ടുപോയി ക്രിസ്തുവിങ്കിൽ നിന്ന് അകറ്റാൻ വേണ്ടി പിശാച് പടച്ചുവിട്ട പിശാചിന്റെ ഉപകരണങ്ങളാണ് ഇതുപോലെയുള്ള കിംവദന്തികൾ പറഞ്ഞുണ്ടാക്കുന്നത്. സോ ആ വാക്യം 2 പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണ്. വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമ പ്രവർത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. ഇവന്മാർ പറയുന്ന മുഴുവനും വമ്പ. ഞാൻ ഇന്നതാ 5 ആത്മാക്കളെ ചരിത്രത്തിൽ ക്രിസ്തുവിന് വേണ്ടി നേടാത്തവരാണ് ഈ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുന്നത്. 100 പേരുള്ള ഒരു സഭ ഉണ്ടാക്കാൻ ആയുസ്സിൽ ഒരിക്കലും കഴിയാതെ ലക്ഷങ്ങളുടെ എക്സ്പെൻസ് വരുത്തി വെച്ചവനാണ് സ്വോത്രമെന്നും പറഞ്ഞോട്ട് വരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഏത് ദൈവം അംഗീകരിക്കുന്നത്? ഏത് മനുഷ്യനെ വരെ അംഗീകരിക്കുന്നത്? ഞാൻ എന്നെപ്പോലുള്ളവൻ അംഗീകരിക്കാറില്ല. ഏതൊരു വൃക്ഷത്തെ ഞാൻ അറിയണമെങ്കിൽ ഫലം കൊണ്ടാണ്. ഒരു ഫലവുമില്ലാത്ത ഏത് വൃക്ഷം. പക്ഷെ സുരേഷ് ബാബു, എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സാമച്ചനെ വിളിക്കും, സുരേഷ് ബാബുവിനെ വിളിക്കും, അവനെ വിളിക്കും, ഇവനെ വിളിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പാസ്റ്ററെ ഒന്ന് വിളിക്കാത്തത്, എന്തുകൊണ്ടാണ് എന്നെ ഒന്ന് വിളിക്കാത്തതെന്ന് ചോദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഒരു റിസൾട്ട് കാണിക്കുക, എന്നിട്ട് വേണം റിസൾട്ട് കാണിച്ചിട്ട് വേണം കൊണ്ടുവരാൻ. ഈ പറഞ്ഞവന് ക്യാരക്ടർ ഉണ്ട്. 10 വർഷത്തിനിടയ്ക്ക് എത്ര പേര് സ്നാനപ്പെടുത്തി, എത്ര പേരെ ക്രിസ്തുവിലേക്ക് നടത്തി, അഥവാ രക്ഷിക്കപ്പെട്ടു, എത്ര പേര് സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ എത്ര മിഷൻ സ്റ്റേഷൻ ഉണ്ടാക്കി, എത്ര ചർച്ച പണിതു. ഇതൊന്നുമില്ലാത്തവനാണ് ഇങ്ങോട്ട് വന്ന് പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുന്നത്. കേട്ട് കഴിഞ്ഞാൽ ഇവൻ ക്രിസ്ത്യാനിയാണെന്ന് നമുക്കങ്ങ് തോന്നിപ്പോകും. ഇവൻ 100 കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആർക്ക് എന്ത് ഗുണം? ഇവൻ പ്രസംഗിച്ചത് കൊണ്ട് മനുഷ്യന്റെ സമയം കൊന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ആർക്ക് എന്ത് ഗുണം? ദൈവത്തിങ്കിൽ നിന്ന് പുതിയ വെളിപ്പാട് ഒന്നുമില്ല. അവന്റെ ചെലവ് കഴിഞ്ഞ് കാണും. അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. പക്ഷേ എൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ചാണ് ഞാൻ ജീവിച്ചത്. ഇന്നും എനിക്ക് എൻ്റെ പെൻഷനുണ്ട്. ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ ദൈവം എനിക്ക് ആരോഗ്യം തന്നു. ഇന്ന് എൻ്റെ ആരോഗ്യം കുറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്ത്യൻ ഗവൺമെന്റിനെയാണ് സേവിച്ചത്, അതുകൊണ്ട് നിശ്ചയമായിട്ടും എനിക്ക് പെൻഷനുണ്ട്. ഇതുപോലെ സ്വർഗത്തിലെ ദൈവത്തെയാണ് സേവിച്ചത്, അതുകൊണ്ട് ദൈവം എനിക്ക് ആവശ്യത്തിനുള്ളത് കരുതിയിട്ടുണ്ട്. എന്നാൽ ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ജോലി ചെയ്തു. രാത്രിയിൽ ഏറെക്കുറെ 3 മണിക്കൂർ മാത്രം ഉറങ്ങിക്കൊണ്ട്. എത്ര വർഷം അങ്ങനെ? ഏതാണ്ട് 20 വർഷം 3 മണിക്കൂർ മാത്രം ഉറങ്ങി. ഒബാമയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പുള്ളി അങ്ങനെയാണ്. 3 മണിക്കൂർ മാത്രം ഉറങ്ങി. പക്ഷേ 10ാം ക്ലാസ്സും കൊണ്ട് നാട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇന്നൊരു ഓണറി ആണെങ്കിൽ ഒരു ഡോക്ടറേറ്റും കൊണ്ടിരിക്കാനും 4-5 ഡിഗ്രി എൻ്റെ കയ്യിലുണ്ട്, എഞ്ചിനീയറിംഗ് ഡിഗ്രി. ഒരു സയന്റിസ്റ്റ് എന്ന പോസ്റ്റിൽ, ജൂനിയർ സയന്റിസ്റ്റ് എന്ന പോസ്റ്റിലാണ് ഞാൻ ഒടുവിൽ ജോലി ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് 4 വാക്ക് പരസ്യമായിട്ട് പറയാവുന്നത്. 4 മണ്ടന്മാർ തെറ്റാണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം. ഈ അപമാനിച്ചും അപഹസിച്ചും അല്ലെങ്കിൽ പരിഹസിച്ചും പരദൂഷണം പറഞ്ഞും മറ്റുള്ളവരെ കർത്താവിങ്കിൽ നിന്ന് അകറ്റുന്ന ഒരു സ്വഭാവം. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആയിരക്കണക്കിന് ജനം, 10,000-കണക്കിന് ജനം ഇന്ന് മലയാളികളുടെ നടുവിൽ നിന്ന്, മലയാളികളുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ട ദൈവസഭയിൽ പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് വരാതിരിക്കുന്നതിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാത്താൻ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിഹാസികളുടെ കൂമ്പാരമാണ്. അതെ, ഞാൻ ഇതിനകത്ത് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എടുക്കാൻ പോവുകയായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 4 നിറങ്ങളുള്ള 4 കുതിരകൾ പ്രത്യക്ഷപ്പെടുന്നതായും 4 അശുദ്ധാത്മാക്കളെ യൂഫ്രട്ടിസിന്റെ തീരത്ത് നിന്ന് അഴിച്ചുവിടുന്നതായും 2 ആശയങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് സംഭവിച്ചു. ഈ 4 നിറങ്ങളുള്ള കുതിരകൾ എന്താണ് എന്ന് ഒരു രത്ന ചുരുക്കമായിട്ട് ആരോ പറഞ്ഞ് ഞാൻ കേട്ടതാ. അമ്മയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ, നമ്മൾ കേട്ട് പഠിക്കുന്നത്. ഇങ്ങനെ പഠിച്ച കൂട്ടത്തിൽ വളരെ വ്യക്തമായി ഇന്ന് മിഡിൽ ഈസ്റ്റിൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള അനേക രാജ്യങ്ങളുടെ കൊടിയുടെ നിറം മൊത്തം ഇതാണെന്നും പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു. അയ്യോ പ്രൈസ് ദി ലോർഡ് എന്നും പറഞ്ഞാണ് ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് അതിനകത്ത് ഒരുപാട് ഖണ്ഡനം എഴുതി, ഇതെല്ലാം വർഗീസിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്, ആളുകളുടെ കാശ് കൊണ്ടുപോകും, നിങ്ങളെയൊക്കെ എടുത്തോണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഏലിയൻസിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ആളുകളെ വാൺ ചെയ്തു. ആ സമയത്ത് ഒരുപാട് പേര് രക്ഷപ്പെട്ടു. അയ്യോ അന്നാരെല്ലാം കൂടെ എന്തെല്ലാം വരുന്നു ഏലിയൻസ് ഇല്ലെന്നും പറഞ്ഞു. നമ്മുടെ ചർച്ചയിൽ നിന്ന് IAS പ്രിപ്പയർ ചെയ്യുന്ന ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനൊരു മറുപടി തയ്യാറാക്കിയപ്പോൾ ആ മോൾ എന്നോട് പറഞ്ഞ
അഡീഷണൽ ഇൻഫർമേഷൻ വല്ലതും അവിടെ നിന്ന് കിട്ടുമെന്ന് ഈ IAS കാരെയൊക്കെ അപ്രോച്ച് ചെയ്താൽ ഭയങ്കര ഇൻഫർമേറ്റീവാണ്. അതെ, കാര്യം അതുകൊണ്ടാണല്ലോ അവർ IAS ആകുന്നത്. അപ്പോൾ ഈ മോഡെടുക്കെ ഞാൻ 1-2 കറക്ഷൻസിന് വേണ്ടി അവളോട് ചോദിച്ചു ഇങ്ങനെയാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ മറുപടി, ഞങ്ങളെ ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും പൊതു ലോക നോളജ് ഉള്ളവർക്ക് എല്ലാം ഇന്നറിയാം. ഇതറിയാൻ വയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കുറേ അഭക്തന്മാർ, ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇന്നുണ്ട് ലോകം മുഴുവൻ ഇതിനെക്കുറിച്ച് അറിയാമല്ലോ, ലോകം മുഴുവൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് ഈ മണ്ടത്തരം പറഞ്ഞവർക്ക് പരിശുദ്ധാത്മാവായിരുന്നോ അതോ ദുരാത്മാവായിരുന്നോ? എന്തുകൊണ്ട് അവരിത് പറഞ്ഞു? അതോ ഏലിയൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ഏലിയൻസ്, അതായത് പൈശാചിക ശക്തികളായത്, ഈ ഏലിയൻസ് തന്നെ ഇവന്മാരെ തടഞ്ഞതാണോ? അതോ ഇവന്മാർ ഏലിയൻസ് തമ്മിൽ കോൺട്രാക്ട് ഉണ്ടോ ഇതുവരെ കുറിച്ച് പുറത്തു വിടത്തില്ലെന്ന്? ഒരുപാട് പോഷത്വങ്ങൾ ഇതുപോലെ പറഞ്ഞു പിടിപ്പിക്കുന്നവരുണ്ട്. ഇതെല്ലാം കൊണ്ടും ആളുകൾ ദൈവത്തെങ്കിൽ നിന്ന് അകലുക. പുതുതായി കർത്താവിലേക്ക് വരുന്നവർ മാത്രമല്ല, നിന്നവർ വീണ്ടും വീഴുക. അതിനുവേണ്ടി ആളുകളെ വീഴിക്കുവാനും പുതുതായി വരുന്നവരെ അകറ്റാനും വേണ്ടി സാത്താൻ എടുക്കുന്ന ഒരു മെത്തേഡാണിത്. ഇതിന് തംസം പഠിക്കാതെയും ഇതിൻ്റെ കൂടെ കൂടാതെയും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ മാറി നിൽക്കാൻ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തെ അറിയിക്കാൻ ഈ വർഷം കർത്താവിനെ ഏൽപ്പിച്ച സന്ദേശങ്ങളിൽ ഒന്നാണ്. അതിന് ഇന്ന് ഇങ്ങനൊരു അവസരം ഈ രാജ്യത്ത് കൊണ്ടുവന്ന് കർത്താവ് ഒരുക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്കിൾ, അത് നമ്പർ 1 ഏറ്റവും കൂടുതൽ ആത്മാക്കളെ തടയുന്നു. 2 ഉള്ള ആത്മീയ അന്തരീക്ഷത്തെ ദൈവസഭ അത് നശിപ്പിക്കുന്നു. അതെ, 2 കാര്യങ്ങൾ രമേഷ് കോശി എന്ന് പറയുന്ന ദൈവദാസൻ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. 1, ദൈവം എഴുന്നേൽപ്പിച്ചവരെ കൊന്നുകളഞ്ഞു. അതെ. 2, ദൈവം അയച്ചവരെ കല്ലെറിഞ്ഞു. ദൈവം എഴുന്നേൽപ്പിച്ച പലരെ ഈ വ്യാജ വർത്തമാനങ്ങൾ കൊണ്ട്, ഈ ദുഷ്പ്രചരണങ്ങൾ കൊണ്ട് കൊന്നുകളഞ്ഞു. അതെ. 2, ദൈവം അയച്ചവരെ കല്ലെറിഞ്ഞു. അപ്പൊ ദൈവ ശബ്ദമില്ല, ദൈവത്തിന്റെ സാന്നിധ്യമില്ല, ദൈവികാലോചനയില്ല, ശുശ്രൂഷകള് അതിൻ്റെതായ തനതായ ശൈലിയിൽ വെളിപ്പെടുന്നില്ല. അതുകൊണ്ട് സഭ മുരടിച്ചു പോയി. അതെ, ഞാൻ പറയുന്ന മലയാളികളുടെ ഇടയിലുള്ളതായ ആത്മീയ അധപ്പതനമാണ്. അതുകൊണ്ട് സഭ പല സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സഭ വളരെയധികമായി മുരടിച്ചു പോയി. അതെ. അപ്പൊ നമുക്ക് മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള പലത് നമുക്കില്ല. കഴിഞ്ഞ മുമ്പിലത്തെ ഞായറാഴ്ച വന്നിട്ട് പെന്തക്കോസ്റ്റൽ സൺഡേ ആയിരുന്നു. പെന്തക്കോസ്റ്റൽ സൺഡേ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിന്റെ ആ പ്രദേശത്തുള്ള 5000-ൽ അധികം സഭകൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുണ്ട്. എല്ലാവരും വന്നെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 25,000-നും 30,000-നും ഇടയ്ക്ക് ആൾക്കാരുടെ നടുവിൽ ശുശ്രൂഷിക്കാൻ പെന്തക്കോസ്റ്റൽ സൺഡേ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. സോ ആ ദിവസം അവരെ വളരെ സന്തോഷത്തോടെ ദൈവജനത്തോട് പറഞ്ഞത്, അത്രയും വലിയ ജനക്കൂട്ടത്തെ എൻ്റെ പ്രസിഡന്റ് പറഞ്ഞത്, നമ്മളിവിടെ കരിങ്കൽ എന്ന് പറയുന്ന ഈ സ്ഥലത്ത്, ഈ കല്ലൂരി മൈതാനം, ഈ കോളേജ് ഗ്രൗണ്ടിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ തിരുനെൽവേലി, മധുര, കോയമ്പത്തൂർ, ട്രിച്ചി, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ 10,000-കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടി തമിഴ്നാട്ടിലെ ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം ആന്ധ്ര ഏതുപോലെ ആയിരിക്കാം, തെലങ്കാന ആയിരിക്കാം, പഞ്ചാബ് അതുപോലെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ സംസ്ഥാനം വന്ന് ആത്മീയമായി തളർന്നു പോകുന്നു. നമുക്ക് 10,000 പേര് ഒരുമിച്ച് കൂടുക എന്ന് വരുന്നൊരു സിസ്റ്റം ഉണ്ടാകുന്നില്ലല്ലോ. വല്ല സോഷ്യൽ ഓർഗനൈസേഷനും പാർട്ടി സഭകൾ വിളിച്ചു കൂട്ടുന്ന അവരുടെ പ്രസ്ഥാനങ്ങളുടെ വകയല്ലാതെ ഒരു ആത്മീയ സംഗമം 10,000 പേര് ഒരുമിച്ച് കൂടുന്ന 40 പേര് കൂടാറില്ലല്ലോ. അങ്കിൾ, തീർന്നല്ലോ. ഏറ്റവും പ്രധാനമായി വർഷങ്ങൾക്ക് മുമ്പ് ജനക്കൂട്ടം കൂടാൻ പാടില്ല, അല്ലെങ്കിൽ ജനക്കൂട്ടം അല്ല വേണ്ടിയത് എന്ന് പറഞ്ഞ് അതിഭയങ്കരമായി ജനം കൂടി വരുന്നതായ കൂട്ടായ്മകളെ അധിക്ഷേപിച്ചതായ പല മാധ്യമക്കാരുണ്ട്, പ്രീച്ചേഴ്സ് ഉണ്ട്. സോ അവരത് നാവ് കൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതെ, കേരളത്തിൽ നശിപ്പിച്ചു. ആത്മീയം പൊതുവെ ഇല്ലാതായി. എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? ഈ ഇഖാബോദിൽ നിന്ന് മഹത്വം പോയി. ഇഖാബോദിൽ നിന്ന് എങ്ങനെ ഇമ്മാനുവലിന്റെ സാന്നിധ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ? തിരിച്ചറിയുന്ന ഒരു ജനസമൂഹം തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിയും ഉപവസിച്ചും ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും എന്നൊരു പ്രതിഷ്ഠയോടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും മടങ്ങി വന്നാൽ ദൈവം ഒരു അവസരം കൂടെ നമുക്ക് തന്നേക്കാം. ഇതല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. ഒരവസരം കൂടെ തന്നേക്കാം. ഇത് തന്നെയാണ് അന്ത്യകാലത്തോട് പറയാനുള്ള ദൂത്. ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരേണ പിടിച്ചെടുക്കും, കൊണ്ടു നടന്ന് സ്ഥാപിക്കും, ബലാത്കാരേണ അതിൽ കടക്കും. ഇന്ന് ചുമ്മാതെ സ്മൂത്തായിട്ടിരുന്നു കൊണ്ട് വരുന്നതിൽ വരട്ടെ, നമ്മൾ ഇതിനകത്ത് ആരും അല്ലെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതേസമയം ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും എന്നൊരു തീരുമാനത്തോടെ ഇറങ്ങിപ്പുറപ്പെടുന്ന ചിലരുണ്ടോ, ദൈവം അവരെ ഉപയോഗിക്കും. ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി, തങ്ങളുടെ ദുർമാർഗങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവർ തങ്ങളുടെ പാപത്തെ സ്വർഗത്തിൽ നിന്ന് ക്ഷമിച്ച് തങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുന്നു. അതെ. സോ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഒരു വാക്ക് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അടിയങ്ങൾക്ക് ഒരുമിച്ച് ഈ രാജ്യത്ത് ഇതുപോലൊരു അവസരം തന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
ഇതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തു തന്ന അച്ചായനെ ഞങ്ങൾ അനുഗ്രഹിക്കും. ഈ വീടിനെ ഞങ്ങൾ അനുഗ്രഹിക്കും. ഇതിന്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നവർ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഒരു ജനതതി കർത്താവിന് വേണ്ടി വേർതിരിയുവാൻ, തകർന്നുപോയി ഈ തലമുറയുടെ നടുവിൽ നിന്ന് കർത്താവെ ഒരു പുതുജനത്തെ ഈ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ, അനേക ആളുകളെ കർത്താവിന് വേണ്ടി കൊണ്ടുവരുവാൻ, ചിലരെ കൂടെ ശക്തീകരിക്കുവാൻ, കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ ആഗ്രഹിക്കുന്നു. തിരുമേനിയെ ആരാധിക്കുന്ന ആരാധനകൾ ഉയരുവാനും, ശത്രുവിനെ ആരാധിക്കുന്ന, ശത്രുവിനെ പ്രകീർത്തിക്കുന്ന ക്രിസ്തീയ പ്രവണതകൾ നിന്നുപോകുവാനും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് ഇതിനു വേണ്ടി ജനത്തെ ഒരുക്കണമേ, ഈ ജനത്തെ ഒരുക്കണമേ. അവർ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ. ഈ തലമുറയിൽ ദൈവകൃപ മടങ്ങി വരണമേ, മഹത്വം മടങ്ങി വരണമേ, മഹത്വം മടങ്ങി വരണമേ. നഷ്ടപ്പെട്ട തേജസ് ആലയത്തിലേക്ക് മടങ്ങി വന്നു എന്ന് യെസക്കേൽ പ്രവചനം പറയുന്നത് പോലെ എന്റെ ദൈവത്തിന്റെ തേജസ് മടങ്ങി വരണമേ, മടങ്ങി വരണമേ. അതിനുവേണ്ടി അടിയങ്ങളിൽ ഓരോരുത്തരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിന്നെയും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ, ദൈവത്തിന്റെ പാദപീഠത്തിൽ കാത്തിരിപ്പാൻ, നഷ്ടപ്പെട്ടതായ ദൈവകൃപ ഏറ്റെടുപ്പാൻ കർത്താവ് നിങ്ങൾക്ക് വ്യക്തിപരമായി, കുടുംബമായി, സഭയായി കൃപ ചെയ്യുമാറാകട്ടെ. എവിടെയൊക്കെയാണോ ദുഷ്ടൻ മണ്ണിട്ട് മൂടിക്കളഞ്ഞത്, അത് കണ്ടുണർന്ന് വീണ്ടും ആ ഉറവകളെ തുറക്കുന്ന മണിക്കൂറുകളും ദിവസങ്ങളും സീസൺസുമാക്കി ദൈവം ഈ കാലഘട്ടത്തെ ആക്കി തീർക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. Thank you. It's such a privilege. Amen.